ഞാനിങ്ങനെ ഈ പൊതു വേദികൾ സംസാരിക്കുന്ന തരമാണല്ല, അധികം ലജ്ജാലുവായ ഒരു വ്യവസ്ഥയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സീനിരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ അർത്ഥത്തിൽ ഒരു നറേഷനാണ്. നറേഷനായിട്ട് എപ്പോഴും അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന കാര്യം ഇതല്ല എന്ന് സാധ്യതയുള്ള സിനിമയിലുണ്ട്. ഞാൻ കുറച്ചും കൂടെ കേട്ടു. പിന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയ കാര്യം ആണ് പറയുന്നത്, പുതിയൊന്നുമല്ല. അതിതാണ് കവിത എഴുതുന്ന ഒരാളെന്ന് പറയുന്നത് അങ്ങനെയാണ് ഇടയ്ക്കിടെ മാനസികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാവാറുള്ള ഒരാളെ ഒരു തരത്തില് ഒരു ഹീലിംഗ് പ്രോസസ്സായി എങ്ങനെയാണ് എന്റെ എഴുത്ത് എന്നെ സംബന്ധിച്ച് മാറുന്നത് എന്ന് ഞാൻ ഒരു വൈകി തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഒരു ലാംഗ്വേജിന്റെ ഭാഷയുടെ ഒരു തരം ട്രീറ്റ്മെന്റ് ആണ് കവിത. അതാണ് എന്റെ സന്ദർഭം. സാഹിത്യത്തെക്കാൾ എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് സ്പോർട്സ് ആണ്. അപ്പൊ ഏതോ ഘട്ടത്തിൽ കൗമാരത്തില് ഈ കവിതയുടെ അല്ലെങ്കിൽ ലിറ്ററേച്ചറിന്റെ ചതിക്കുഴിയില് വീണ് നഷ്ടപ്പെട്ടു പോയ ഒരു കായിക താരം ജോലിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ പല കവിതകളിലും അതുപോലെ എഴുത്തുകളും സ്പോർട്സിനെ കുറിച്ചുള്ള ഇമേജറികളും സ്പോർട്സ് തന്നെ പ്രമേയമായിട്ടുള്ള കവിതകളായിരിക്കും. ഞാൻ പിന്നെ കവിതയെ കുറിച്ചുള്ള എന്റെ നിർവചനത്തിലേക്ക് എടുക്കുകയാണ്. ഞാൻ നിർവചനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളല്ല, പക്ഷെ സൗകര്യത്തിന് വേണ്ടി, എന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു നിർവചനം. അത് അതിർത്തി ലംഘനമാണ് കവിത എന്ന ഒരു തോന്നലാണ്. അപ്പൊ അത് വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ ആർ വിശ്വനാഥൻ മാഷ് ക്രിക്കറ്റിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ലേഖനം എഴുതുന്നുണ്ട്. അന്വയം എന്ന പുസ്തകത്തിലാണ് തോന്നുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് മറ്റെല്ലാ കളികളിൽ നിന്നും ക്രിക്കറ്റിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കളി, പന്തുകൊണ്ട് കളിക്കുന്ന എല്ലാ കളികളിലും അത് ക്രിക്കറ്റ് മാത്രമാണ് അതിർത്തിയെ ബഹുമാനിക്കുന്ന ലേഖനം. ഏത് വഴിയിലും അതിർത്തിക്ക് വലിയ നിൽക്കുന്ന പന്ത് എതിരാളിക്ക് അനുകൂലമായി വരും. ക്രിക്കറ്റില് അതിന്റെ പരമാവധി പുറത്തേക്ക് പോകുമ്പോഴാണ്. അദ്ദേഹം പറയുന്നത് ഈ കൊളോണിയൽ ചരിത്ര പശ്ചാത്തലമുള്ള ഇംഗ്ലണ്ടിൽ ജനിച്ച കളി എന്ന നിലയിൽ അതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ്. ഞാനത് വേറെ തരത്തില് കവിതയുടെ ഒരു സ്വഭാവം തന്നെയും എല്ലാ അതിർത്തികളെയും ലംഘിക്കാനുള്ള ഒരു അഭിവാഞ്ച ഈ ഭാഷ ശ്രദ്ധിച്ചു നോക്കിയത് അതിർത്തികളെ ലംഘിക്കുന്നത് തന്നെയാണ് നമ്മുടെ മനോരോഗം എന്ന് വ്യവഹരിക്കുന്ന മനുഷ്യാവസ്ഥ. ഇത് എന്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു യുവ സുഹൃത്ത്. ഇയാള് മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഒരു മാസത്തോളം ഏതെങ്കിലും മനോരോഗ ചികിത്സാ കേന്ദ്രത്തിൽ കഴിയേണ്ടി വരുന്ന ഒരാൾ. വളരെ ദിഷണാശാലിയായ ചെറുപ്പക്കാരൻ. അപ്പൊ ഞാൻ ഭാഷ നേരത്തെ സൂചിപ്പിച്ച എന്റെ ആ ഒരു വിന്യാസത്തില് എന്റെ ലേഖനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ അവസാനം ഈ സുഹൃത്തിന്റെ അവനെനിക്ക് വാട്സപ്പിൽ അയച്ച് കുറിപ്പ് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതില് ഞാനത് വായിക്കാം. അതിങ്ങനെയാണ്: സൈക്യാട്രിക്ക് ഭ്രാന്തിനോട് സമ്മതിക്കാനാകും. Psychiatry is a monologue of reason about a madness. ഒരു നോർമൽ മനുഷ്യനെക്കാളും എന്തുകൊണ്ടും ക്രിയേറ്റീവായി ചിന്തിക്കാൻ ഒരു ഭ്രാന്തന് കഴിയും. നോർമലായ ഒരാൾക്ക് ഭേദമാക്കാനാകാത്ത പല അതിരുകളും ഭ്രാന്തൻ ദൈവത്തിനുണ്ട്. കാഷ്വാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല അയാൾ ചിന്തിക്കുന്നത്. അയാളോട് സംവദിക്കാതെ, അയാൾക്ക് പറയാനോട് കേൾക്കാതെ അയാളെ നോർമലാക്കുക എന്നത് അയാളോട് ചെയ്യുന്ന വയലൻസ് ആണ്.
ഒരു നോർമൽ മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ സമയകാലത്തിലാണ് ഭ്രാന്തൻ ഉള്ളത്. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് ഇയാളുടെ പിന്നെ സൈക്യാട്രി ചികിത്സാനുഭവങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മിക്കപ്പോഴും അയാൾ ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഈ ബൈസ്റ്റാൻഡറായ ആളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ദീർഘനേരം മണിക്കൂറുകളോളം ചിലപ്പോൾ സംസാരിക്കും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരിക്കലും ഒരു തവണ ചികിത്സക്ക് പോയ ആശുപത്രിയിൽ അയാള് രണ്ടാമത്തെ തവണ പോകുന്നില്ല. ആശുപത്രികൾ മാറി മാറി വരുന്നുണ്ട്. ഇയാളാണെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മികച്ച ആശുപത്രിയിൽ സ്വകാര്യ മുറിയിൽ കഴിയാൻ പറ്റും, വാർഡൊന്നും വേണ്ട. എങ്കിൽ പോലും ഈ ചികിത്സ വാസ്തവത്തിൽ ഈ മനോരോഗികളെ മുൻകാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് പഴയത് അപേക്ഷിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയനീയമായ അവസ്ഥയാണ്. തമാശകൾ പോലുണ്ട്, വേദനിപ്പിക്കുന്ന തമാശകൾ. പറഞ്ഞു ഒരു ഡോക്ടറോട് ഈയിടെ ചികിത്സക്ക് പോയപ്പോൾ ഡോക്ടറോട്, ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. സൈക്കാട്രിയോട് ഒരു പേഷ്യന്റിനെ ചോദിക്കാനുള്ള ചോദ്യം. രസകരമായ കാര്യം, ഡോക്ടർ പറഞ്ഞ മറുപടി ഇത് ലോകത്തിന്റെ ഭാഗമാണ്. അയാളുടെ ചോദ്യം അവൻ തിരിച്ച് പറഞ്ഞത്, നിങ്ങളെക്കാൾ ഈ മേഖലയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ചെറിയ പ്രായത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പോകുന്നതാണ് അയാൾ ചെറുപ്പക്കാരൻ. അപ്പൊ ഈ ഒരു സ്ഥിതി നമ്മുടെ ഈ പിന്നെ സൈക്യാട്രി വ്യവഹാരത്തിലുണ്ട്. ഞാൻ മാഷ് നേരത്തെ സൂചിപ്പിച്ച ആ ലേഖനത്തിലെ ആദ്യത്തെ ഭാഗം വായിച്ചതിന് ശേഷം അത് ദീർഘമായ ഒരു എഴുത്താണ്. അതിലൊരു ആദ്യത്തെ എന്റെ ആത്മകഥാപരമായ കാര്യങ്ങൾ തുടങ്ങുന്നിടത്തുണ്ട്. വൈറസും പൗരാവകാശവും വാറന്റിയിലായ വിശാലവും. ഇത് കോവിഡ് എന്നതൊരു പശ്ചാത്തലത്തിലാണ് എഴുതിയിട്ടുള്ളത്. കുതിരവട്ടം പപ്പു ചിരിപ്പിച്ചതിന്റെ 1000 മടങ്ങ് ചിരി കുതിരവട്ടം എന്ന വാക്ക് ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ആ ചിരിയിൽ മഹാനായ കലാകാരനെ പങ്കുകൊണ്ടില്ല. ആ വാക്കൊരു സ്ഥലനാമം മാത്രമല്ല, അത് ലോകമെമ്പാടുമുള്ള സവിശേഷ ജനവിഭാഗത്തെ പ്രതിനിധാനം ചെയ്യും. നോർമൽ എന്ന് അഹങ്കരിക്കുന്ന പൂർണ്ണ മനുഷ്യരുടെ മനുഷ്യത്വരഹിതവും മൂലവുമായ അട്ടഹാസം അടുത്ത കാലത്തായി നിർത്തുവരുന്നു. നമ്മുടെ സിനിമകളും മാനസിക രോഗാവസ്ഥയിലുള്ള മനുഷ്യരെ സഹാനുഭൂതിരഹിതമായി ബുദ്ധിമുട്ടിച്ചും വക്രീകരിച്ചും അവതരിപ്പിച്ച് ചിരി ഉത്പാദിപ്പിച്ചു. താളവട്ടം മുന്നോട്ട് വെച്ച ഹീനമായ ഭൂരിപക്ഷ കോണത്തിൽ നിന്ന് നാം അധികമൊന്നും സഞ്ചരിച്ചിട്ടില്ല. മലയാളികൾക്ക് അമ്മാനിച്ച് അട്ടഹസിക്കാനുള്ള വിഭവമായിരുന്നു സമീപകാലം വരെ. വട്ടാനന്റെ എന്ന ചോദ്യം അടിയുടുപ്പുകൾ നനയും വിധം നമ്മെ ചിന്തിപ്പിച്ചു. ആ ചിരിയിൽ നമ്മുടെ സംസ്കാര ശൂന്യതയുണ്ട്. ക്യാൻസർ ആണല്ലേ എന്ന ചോദ്യത്തിന് പൂർണ്ണ മനുഷ്യരുടെ ഡോക്ടോമിൻ ഉയർത്താനുള്ള കഴിവില്ല. മനോരോഗത്തിന് കഴിവില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉന്മാദം മനുഷ്യരെ ചിരിപ്പിച്ചില്ല. അദ്ദേഹത്തിന്റെ ഉന്മാദ ഫലം വായനക്കാരെ ചിന്തിപ്പിക്കുകയും കലയിക്കുകയും ചെയ്തു. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഭ്രാന്തിനെ സർഗാത്മകതയോട് ചേർത്ത് വെച്ച് നമ്മൾ കണ്ടില്ല. കലാകാരന്മാരുടെ ഉന്മാദം പ്രിവിലേജ്ഡായ ഉന്മാദമാണ്. ചിട്ടപ്പെടുത്തിയ ഉന്മാദമാണ് കല എന്ന ആധുനിക മനോവിജ്ഞാനീയത്തിന്റെ നിരീക്ഷണാനുകൂല്യം കലാകാരന്മാർക്ക് ലഭിച്ചു. വെൽ ക്രാഫ്റ്റഡ് ഉന്മാദം സൃഷ്ടിക്കാൻ കഴിയാതെ പോയവർക്കും അപ്രശസ്തർക്കും സ്ത്രീകൾക്കും ഈ പ്രിവിലേജ് ലഭിച്ചില്ല. നാഡീ സാധാരണത്വമുള്ള മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധം ചിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഭ്രാന്തുള്ള മനുഷ്യർ ജയിലുകൾ എന്ന് വിളിക്കാവുന്ന മനോരോഗ ആശുപത്രികളിൽ ഇലക്ട്രിക് ആഘാതങ്ങൾ ഏറ്റുവാങ്ങിയും നടത്തിപ്പുകാരുടെ മൂന്നാം മുതൽ അനുഭവിച്ചു. സ്വദേശത്തെ പ്രവാസ ജീവിതമാണ് മനോരോഗി. വാസ്തവത്തിൽ മനോരോഗിക്ക് ദേശമില്ല, അയാളുടെ രാജ്യത്തിലെയും പ്രജയല്ല. ഉച്ചകളെ ചാക്കിലാക്കിയും നാടുകടത്തും പോലെ മനോരോഗികളെ കുടുംബങ്ങൾ പ്രാന്താശുപത്രികളിൽ ആർക്കും അവരുടെ ധാർമ്മിക പ്രശ്നമായില്ല. മനോരോഗികളുടെ ദാരുണാവസ്ഥ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യയശാസ്ത്ര പ്രമേയമായില്ല. ശാസ്ത്ര ഭാഷയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളായിരുന്നു മനോരോഗ ആലയങ്ങൾ, സമീപകാലങ്ങൾ. സ്റ്റേറ്റ് അധീനതയിലുള്ള കുടുംബങ്ങൾ. മനോരോഗ ആശുപത്രികൾക്ക് സാമൂഹ്യ സമ്മതിയുടെ പേരുകളാവാൻ കഴിഞ്ഞത് മനോരോഗത്തെ കുറ്റത്തിന്റെ ഗണത്തിൽ പെടുത്തിയതുകൊണ്ടുകൂടിയാണ്. മനുഷ്യാവകാശ പോരാളികൾ പോലും മനോരോഗികളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബേജാറായില്ല. അവർ മനുഷ്യ പദവിക്ക് വെളിയിലായിരുന്നു. പാർശ്വവൽക്കരണത്തിന്റെയും തമസ്കരണത്തിന്റെയും അദൃശ്യമാക്കുന്നതിന്റെയും ഇത്ര രൂപകമായിരുന്നു ഈ അടുത്ത കാലം വരെയും മനോരോഗ ചികിത്സാ കേന്ദ്രങ്ങൾ. ഞാൻ ആന്റി സൈക്യാട്രി വാദിയല്ല. ഹ്യൂമാനിറ്റിയെ കുറിച്ച് നിലനിൽക്കുന്ന ഭൂരിപക്ഷ ബോധത്തിന്റെ ഇരകളായി
മനോരോഗത്തെ ലഘൂകരിക്കുന്ന സാംസ്കാരിക നിരീക്ഷണങ്ങൾ കൊണ്ട് പുതിയ ഉത്പാദനങ്ങൾക്ക് ശമനം ഉണ്ടാവില്ല. ഹിന്ദുസ്ഥാനി സംഗീതം കേട്ടോ, ബിരിയാണി കഴിച്ചോ, യോഗ പരിശീലിച്ചോ പരിഹരിക്കാൻ കഴിയുന്നവയെല്ലാം കഠിന വിഷാദ രോഗങ്ങൾ. പ്രിവിലേജായ മനുഷ്യരുടെ മാഞ്ഞാളമാണ് ഡിപ്രഷൻ എന്ന ധാരണ വ്യക്തമാണ്. എല്ലാത്തരം മനുഷ്യരിലും ഈ രോഗാവസ്ഥകളുണ്ട്. മധ്യമ മാർഗത്തെ കുറിച്ചുള്ള ബുദ്ധതത്വങ്ങൾ ഉണ്ടതുകൊണ്ട് ബൈപ്പോളർ ശമിക്കില്ല. സ്കിസോഫ്രീനിക്കിന് ശാന്തിയിലുള്ള മന്ത്രമുഖരിതമായ പ്രാർത്ഥനാലയങ്ങൾ മതിയാവില്ല. ഫൂക്കോയുടെ ഗ്രന്ഥത്തിന്റെ ക്യാപ്സ്യൂൾ സംക്ഷേപം ലളിതവൽക്കരിച്ച് വായിച്ച് ചില മനോരോഗങ്ങളെ മാനസിക വ്യതിരിക്തതയായി ലഘൂകരിക്കുന്ന അല്പബുദ്ധികളുടെ സാമൂഹ്യ നിർണയം ഭൗതികവാദ ജാഗ്രതകളെ വെറുക്കുന്ന ഒരാളാണ്. മരുന്ന് കഴിച്ചാൽ മാത്രം നിയന്ത്രിക്കാൻ ആവുന്ന രോഗാവസ്ഥകളുണ്ട്. മാനസിക രോഗവും ഒരു പരിധിവരെ ശാരീരിക രോഗം തന്നെയാണ്. ഇതാണ് ഒരു നിലപാട് ഈ വിഷയത്തില്. പക്ഷെ അതേ സമയത്ത് എന്റെ ഒരു ചികിത്സ അനുഭവങ്ങൾ കുറെ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു തവണ മലപ്പുറത്ത് ചേളാരി എന്ന സ്ഥലത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു ഡോക്ടറെ കാണാൻ പോകും. അപ്പൊ അദ്ദേഹം വളരെ വൈകിയാണ്, ഏതാണ്ട് 3/4 മണിക്കൂർ വൈകി എത്തുന്നു. ഓടിച്ചാടി വിടാനൊക്കെ പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു 70-80ഓളം ആളുകൾ അവിടെ ഡോക്ടറെ കാണാൻ ഇരിക്കുന്നുണ്ട്. സ്വാഭാവികമായി വൈകി വന്ന ആളിന് ഒരു രോഗിക്ക് കൊടുക്കുന്ന ആ മിനിമം സമയത്തിലും മിനിമം മാത്രമേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആളുകളെ ഇങ്ങനെ ചികിത്സിച്ച് തള്ളി വിടുക എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. അപ്പൊ ഞങ്ങൾ അകത്തേക്ക് കടന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അപ്പൊ എന്റെ സുഹൃത്ത് ശരീരഭാഷയിലും കാഴ്ചയിലും എന്നെക്കാൾ മാനസികമായി വളരെ ക്ഷീണാവസ്ഥയിലാണ്. ഡോക്ടർ വിചാരിച്ചത് അയാളാണ് രോഗി എന്ന്. ഡോക്ടർ ഞങ്ങളെ നോക്കുന്നില്ല. അപ്പോ ഞാനാണ് രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നത്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നു എന്നാണ് ഈ ഡോക്ടർ വിചാരിച്ചത്. അവസാനം പേര് ചോദിച്ചു, മരുന്ന് പറഞ്ഞു. ഞാൻ പേര് പറഞ്ഞു, നിങ്ങളുടെ പേരല്ല, പേഷ്യന്റിന്റെ പേര് പറഞ്ഞു. അപ്പോ ആ ഒരു ഡോക്ടറുമായുള്ള മീറ്റിങ്ങിലാണ് നമ്മുടെ നാട്ടിലെ ഈ ചികിത്സാ സംവിധാനം, ഞാൻ പറഞ്ഞത് ആ ഒരു വിജ്ഞാന വ്യവസ്ഥയെ കുറിച്ചല്ല, നമ്മുടെ ഇവിടെയുള്ള ഈ സൈക്യാട്രി അവസ്ഥ, ഡോക്ടർമാരുടെ അവരുടെ ആശുപത്രികളുടെ അവസ്ഥ ഇപ്പോഴും ഇത്ര ദയനീയമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഷെർലക് ഹോംസിന്റെ മുറിയിൽ വിട്ടുപോകുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. ചോദ്യം അവരുടെ കയ്യിൽ കുറച്ച് സംഗതികളുണ്ട്. അത് ഒരു 2-3 ഡോക്ടറെ കണ്ടാൽ നമുക്ക് ചോദ്യങ്ങൾ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഷെർലക് ഹോംസ് കൃതികൾ മുഴുവനും വായിച്ച ഒരാളാണ് പലതവണ. അപ്പൊ ആ ചോദ്യങ്ങൾ മാത്രമല്ല, ആളുകള് ഈ ഡോക്ടർമാരിൽ പല ആളുകളും ഭയങ്കര സാധാരണവാദികളാണ്. ഞാൻ പറഞ്ഞപ്പോ ഹിറ്റ്ലർ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയാല് ഹിറ്റ്ലറോട് നിങ്ങളതൊരു ഫാസിസ്റ്റ് ആണ് എന്ന് പറഞ്ഞല്ലോ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നു. അപ്പൊ അതിന് പകരം ഇവര് അത് എന്നെ മാത്രമേ പോയില്ല, പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, ഈ സൈക്കാട്രി ഡോക്ടറെ ഒരിക്കലും പെരുമാറിക്കൂടാത്ത രീതിയിൽ സദാചാരപരമായ ഉത്കണ്ഠകളും അവരുടെ തന്നെ, അതായത് വളരെ സങ്കീർണമായ ഒരു മലയാളി പുരുഷന്റെ മലയാളി സ്ത്രീയുടെയോ രോഗബോധം വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകളും ഉണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖല ഈ സൈക്യാട്രിയാണെന്ന് തോന്നുന്നു. ഇതൊന്നും ആധികാരികമായി പറയുന്നില്ല. ഒരുപക്ഷെ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ സങ്കീർണത കാരണമാവും. പക്ഷെ അതേസമയത്ത് നമ്മുടെ ഈ ലോകം, ശാസ്ത്രം പല മേഖലകളിലും നേടിയ ഒരു പുരോഗമനം വെച്ച് നോക്കുമ്പോൾ എന്റെ ഒരു തോന്നല് വളരെ ഒരു വലിയ കൗമാര അവസ്ഥയിലാണ് നമ്മുടെ സൈക്യാട്രി നിൽക്കുന്നത്. വളരെ കുറച്ച് മെഡിസിന്റെ സാധ്യതകൾ, ഒരു ചൂതാട്ടം പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അതേ സമയത്ത് വളരെ ഗുരുതരമായ രോഗമുള്ള അവസ്ഥകളിൽ നമുക്ക് സൈക്യാട്രി ആശ്രയിക്കുക അല്ലാതെ നിർവാഹമില്ല. നമ്മുടെ ഈ ആന്റി സൈക്യാട്രി വാദം ഉന്നയിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ രോഗാവസ്ഥയുടെ ഒരു ഭീകരത അറിയാത്ത ആൾക്കാരാണ്. ഇവിടെ ഗോവിന്ദരാജ് സംസാരിക്കുമ്പോൾ ഈ കെയറിന്റെ ഒരു സാധ്യതയെ കുറിച്ച് പറയുന്നത് അത് ശരിക്കും വളരെ പ്രധാനമാണ്. പക്ഷെ അതേ സമയത്ത് കെയറിന്റെ ഒരു പ്രശ്നം, ഒരാള്
ഒരാൾ കെയർ ചെയ്യണമെങ്കിൽ അതൊരു ത്യാഗത്തിന്റെ മാത്രം പ്രശ്നമാണ്. എൻ്റെ ഒരു തോന്നല് ഈ മാനസിക രോഗം പിന്നെ വൈറസോ ബാക്ടീരിയയോ ഒന്നും ഇല്ലാതെ തന്നെ സംക്രമിക്കുന്ന തരം സംഘടനകൾ. ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളുടെ ഒന്ന് ഈ ഫിസിക്കലിയുള്ള അവരുടെ സാധ്യത, ഈ വയലൻസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു വശത്തുണ്ട്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചാൽ മറ്റേ ആളിന്റെ ഈ മാനസിക ആരോഗ്യം കൂടി വളരെ മോശപ്പെട്ട സ്ഥിതിയിലാവും. പക്ഷെ അതേസമയത്ത് ഒരുപക്ഷെ മരുന്നിനേക്കാൾ പിന്നെ ആശ്രയിക്കാവുന്ന ഒരു സാധ്യത ഈ പറയുന്ന കെയറാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുഹൃത്ത്, അവന്റെ പ്രായമായ ഉമ്മയുണ്ട്. സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഈ സ്ത്രീക്ക് അറിയാം അവരിന് അധികകാലം ഉണ്ടാകും, പിന്നെ ചെറുപ്പമാണ്. അപ്പോ അവര് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിയുടെ കാര്യം എന്തായി തീരും എന്നുള്ളതാണ് ആദി. ഈ ആദിയുടെ ഭാഗമായി ഈ ഉമ്മ ചെയ്യുന്നത് അവരെപ്പോഴും ഒരു മാസത്തിൽ ഒരു തവണ അവരുടെ ശരീരത്തിന്റെ നിലവിലുള്ള അവസ്ഥ പരിശോധിച്ച് അവർക്ക് കുറെ കൂടി കൂടുതൽ ജീവിക്കേണ്ടതുണ്ട് പരമാവധി. അപ്പൊ ഞാന് ആലോചിച്ച ക്രിക്കറ്റില് ലാസ്റ്റ് മാൻ എന്നൊരു സമയമുണ്ട്. ലാസ്റ്റ് മാൻ വരുന്നതോടുകൂടി ഈ പറയുന്ന 10-ാമനും 11-ാമനും ഗ്രൗണ്ടിലുണ്ട്. ഒരാളുടെ മരണം മറ്റേയാളുടെ കൂടി മരണമാണ്. അപ്പൊ അവിടെ ശരിക്കും ഈ അവരന്റെ മേലൊരു ശ്രദ്ധയില്ല. ഞാൻ പോയ അയാളെ പോയി ഒരൊറ്റ മരണം 2 ഇരട്ട മരണങ്ങളായി തീരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അത് മറ്റ് രോഗാവസ്ഥകളിൽ ഉള്ള ആളുകളെക്കാൾ അനാഥത്വം താങ്ങാൻ കഴിയാത്ത ഒരു വിഭാഗം മനോരോഗികളാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അതിലുള്ളൊരു ഈ കെയറിന്റെ ഒരു പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ നിരന്തരം മറ്റൊരാൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ കെയർ എന്ന് പറയുന്നിടത്ത് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ അധികാരത്തിന്റെ ഒരു വിഷയമുണ്ട്. കെയർ എപ്പോഴും ഈ നമ്മുടെ ആശാന്റെ കവിതയിൽ ഭിക്ഷു പിന്നെ വെള്ളം കൊടുക്കുന്നു. അപ്പൊ ഈ വെള്ളം കൊടുക്കുന്ന ആ കാരുണ്യത്തിന്റെയും കൈ മുകളിലാണ്, താഴെയാണ്. അതല്ല, ഈ കാരുണ്യാധികാരം എന്ന് പറയുന്നത് എന്റെ ഒരു തോന്നല് അധികാരത്തിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും മാരകമായ അതിന്റെ ഒരു പവർ ഒരു പോലീസുകാരന്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ അധികാരത്തെക്കാൾ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സംഗതിയാണ്. അപ്പൊ അത് ശരിക്കും ഈ രോഗാവസ്ഥയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ശരിക്കും കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഞാന് പിന്നെ എൻ്റെ ഒരു കൗമാരകാലത്തെ എഴുതുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. അപ്പൊ അവിടെ ഈ കഷ്ടകാലത്തെ ദോസ്റ്റോസ്കിയുടെ മുഴുവൻ കൃതികളും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ കാരമസോവ് ബ്രദേഴ്സ് അത് എഴുത്ത് ഹീലിംഗ് ആണെന്ന് പറയുമ്പോഴും അതിന് തിരിച്ചുള്ള സംഗതിയാണ്. കാരമസോവ് ബ്രദേഴ്സ് ആണ് എന്നെ പിന്നെ കാര്യമായി തകരാറിലാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ അവസരത്തില് പിന്നെ ഒരുപക്ഷെ ആ പുസ്തകങ്ങൾ തന്നെയാണ് എന്റെ എഴുത്തിന്റെ ഒരു ലോകം എന്ന് പറയുന്നത്. സാധാരണ കവിതയില് ആളുകളുടെ പ്രമേയങ്ങളെ അല്ല, അത് എന്റെ ഒരു രാഷ്ട്രീയ ബോധം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഡിസേബിൾഡ് ആയ ആളുകള്, വൃദ്ധന്മാര്, രോഗികൾ, ആശുപത്രികളുടെ മനുഷ്യര്, അങ്ങനെ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു മെയിൻസ്ട്രീമിൽ പുറത്ത് നോർമൽ അല്ലാത്ത മനുഷ്യരാണ് കൂടുതലും അതിനകത്തുള്ളത്. ഇപ്പൊ ഒരു സ്വാഭാവികമായ താല്പര്യവും എന്റെ ഏറ്റവും താല്പര്യമുള്ള സംഗതി മനുഷ്യരാണ്. ഒരുതരം ആളുകളെ നോക്കുന്ന ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഉത്സവം പോലെയാണ്. മനുഷ്യരിലുള്ള താല്പര്യമെങ്കിൽ മറ്റൊന്നും ഉണ്ടായില്ല. മനുഷ്യരെന്ന് പറയുമ്പോൾ സാധാരണ നോർമലായ മനുഷ്യരല്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ തകരാറുകളുണ്ട് മനുഷ്യരോടുള്ള താല്പര്യം. അതാണെങ്കിൽ ഈ പറയുന്ന പുരുഷന്മാരിലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആണുങ്ങൾ പൊതുവെ നേരെ മാവ് കൊടുക്കാത്ത പോകണമില്ല, അടലുകളൊക്കെ വളരെ കുറവാണ്. സ്ത്രീകളെ പൊതുവെ സങ്കീർണത കൂടിയ ആളുകളാണ്. അപ്പൊ ഈ അതിസങ്കീർണ മാനസികാവസ്ഥയുള്ള മനുഷ്യരോടും പിന്നെ അവരുടെ ലോകത്തോടുമുള്ള ഒരു ആഭിമുഖ്യം, അതൊരു അക്കാഡമിക്കായ ആഭിമുഖ്യമല്ല, രാഷ്ട്രീയമായ ആഭിമുഖ്യവുമല്ല. ഇങ്ങനെയുള്ള മനുഷ്യരോടുള്ള ഒരു താല്പര്യം ക്യാരക്ടറുണ്ട്. അപ്പോ അത്തരം എഴുത്തുകളാണ് അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. കൗമാരകാലത്തിന് ശേഷം കുറെ വർഷങ്ങളോളം ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ ഈ ആ എഴുതാത്ത കാലയളവിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നിരന്തരമായ നരകങ്ങളിലൂടെ കടന്നുപോയ 10-20 വർഷങ്ങളാണ്.
അവിടെ നിന്ന് ഞാൻ വീണ്ടും എന്റെ എഴുത്ത് തിരിച്ചു പിടിക്കുന്നു, എഴുതി തുടർന്നു. അപ്പോഴാണ് എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായത് ഈ എഴുത്ത് എന്നെ സഹായിക്കുന്നത്. ഇപ്പോ ഈ സമീപകാലത്ത് മാനസിക രോഗാവസ്ഥയിലുള്ള ആളുകളുടെ അവസ്ഥകൾ പ്രമേയങ്ങളായി വരുന്ന ചില കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ കവിതകൾ വായിക്കാൻ എല്ലാം. കവിതയുടെ പേര് ബോർഡർ ലൈൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ല മനുഷ്യര് പൊതുവെ ബന്ധങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്ന മനുഷ്യര് പലപ്പോഴും ഈ കയ്യാലപ്പുറത്തുള്ള തേങ്ങയുടെ അവസ്ഥയിൽ ഇതൊക്കെ വിടുകയും ചെയ്യില്ല, എടുക്കുകയും ചെയ്യില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാന് ഈ രണ്ട് മനുഷ്യരും ബോർഡർ ലൈനിലാണെങ്കിലോ നമ്മുടെ സദാചാര തോട്ടങ്ങൾ നോക്കുമ്പോൾ വേറെ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. പക്ഷെ അത് വേറെ ഒരു മനുഷ്യാവസ്ഥയാണ്. രണ്ട് ആളുകൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ബന്ധത്തിന്റെ സങ്കീർണത എന്താവും എന്നൊക്കെ നോക്കാം, വായിക്കാം. ബോർഡർ ലൈൻ ഇണക്കൊരുവിധം വഴുവഴുക്കുന്ന പ്രതലത്തിൽപ്പെട്ടുപോയ രണ്ട് നിസ്സഹായരുടെ ഇലക്ഷണ നൃത്തം നമുക്കിടയിലെ അന്യോന്യം. തൽക്കാലവും ഭാവിയും ഭൂതഭൂതമായ ഭൂതകാലത്തെ ഭാവനാനിർഭരമായി നിർമ്മിച്ചെടുക്കും രണ്ട് ഫാക്ടറികൾ നമ്മൾ. ഭൂതപ്രപഞ്ചത്തിലേക്ക് ചൂണ്ടലെറിയുന്ന രണ്ട് ദുരിതകാംക്ഷികളുടെ നിർഭാഗ്യാന്വേഷണ കഥാസാഗരങ്ങൾ വാഴുകയിലേക്ക് ഒച്ച് അത് പിന്നിട്ട ദൂരങ്ങളെ കാലത്തിന്റെയും ഏകാകിതയുടെയും കണക്കിൽ അടയാളപ്പെടുത്തുമ്പോൾ കുഴിബോംബുകൾ വിതച്ച് നമ്മൾ കൃഷി ചെയ്തെടുത്ത ജീവചരിത്രം നിരന്തരം വായിച്ച് അനർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന്റെ തൽക്ഷണതയുടെ ക്ഷണിക പ്രവൃത്ത പ്രകോപന സന്തതി നമ്മുടെ പൊതുഭാഷ. അക്ഷരം ഉക്ഷണമാകുമ്പോഴേക്കും 1000 പരിണാമബുദ്ധികൾ ശമം നമ്മുടെ അപ്രാപ്യ വിദൂര താരകം നഷ്ടമാകുന്നു. അതോ കൂടിക്കലർന്ന് ഉണ്മ ചോർന്ന് നശിക്കുമോ എന്ന കുഴഞ്ഞു മറിഞ്ഞ ഭീതി നമ്മുടെ പതാക. അപസർപ്പക വ്യാഖ്യാന ശാസ്ത്രം ദേശീയ മൃഗം ചഞ്ചല ചരിത ചിത്രം പ്രധാന പദങ്ങൾ. മമതയിൽ ബേക്ക് ചെയ്ത വെറുപ്പ് പ്രഥമ പുഷ്പം. ശിരസിനകത്ത് വഴുവഴുക്കും ദ്രവത്തിൽ സ്ഥിതിയില്ലാതെ ഒഴുകുന്നു സെറിബല്ലം ഹൈപ്പോതലാമസ്. മന്ദഹസിക്കാൻ എടുക്കും കഠിന മുഖപരിശ്രമങ്ങൾ ഒടുവിലെ കമിഴ്ന്നടിച്ചുള്ള വിളിച്ചകൾ നിലവിളികൾ പോലുള്ള അഭിവാദനങ്ങൾ. പക്ഷാഘാതികളുടെ ചുണ്ടുപോകിയ വഴുക്കുന്ന വിനിമയങ്ങൾ. ക്ഷമാപണവും നിന്ദാസ്തുതികളും സങ്കര സമരം നടത്തും ലിങ്കുകൾ തുറക്കാനാവാത്ത ഫോർമാലിമകൾ. തീൻമുറിയിലെ സ്കേറ്റിംഗ് കസേരകൾക്ക് മതമിളകി ഇടലുകൾ അന്തരീക്ഷത്തിലേക്ക് തെറിച്ച് പറക്കും തളികകൾ പറപറ പറക്കും ടോമൻചെറി ദുരന്ത ഛായ പ്രഭാതങ്ങൾ. ചിരിക്കും കരച്ചിലിനുമിടയിൽ ഇരുട്ടിൽ പുതഞ്ഞുപോയ നൂറ്റാണ്ടുകളായി മനുഷ്യരില്ലാത്ത ആ പുരാതന പാവം തീവണ്ടി സ്റ്റേഷനിൽ ഇരുന്നും നാം കുറിച്ചിട്ടും നീരാത്ത കപ്പലണ്ടികൾ. ഒന്ന് പോയിത്തരും അയ്യോ പോകല്ലേ എന്ന പോലത്തെ വിപരീതാർത്ഥങ്ങൾ സമൃദ്ധമായി ആറാടും നിത്യവിമൂത വിക്രമ വിനിമയങ്ങൾ. പരസ്പരം നിഴൽ ചവിട്ടി കളിക്കും ഭാവനാടകം. യുദ്ധപ്രഖ്യാപനങ്ങൾ നമ്മുടെ ചേഷ്ടകൾ. ഗൂഗിൾ വിവർത്തന ശൈലി തമാശകൾ പോലെ ഏറ്റുപറച്ചിലിന്റെ ഭാഷയിൽ കുത്തി വീണ പരസ്പര വിചാരണകൾ. എണ്ണ ഒഴിക്കുന്ന ചൂരിലൂടെ പിടിച്ചു കയറി പതറി കൈകോർത്ത് പിടിച്ച് നടന്ന് വഴുതി കെട്ടി നാം വീണടിഞ്ഞ ആൾമറയില്ലാത്ത ഒട്ടക്കിണറുകൾ. അവ നമ്മെ കുറിച്ച് കൽപ്പിച്ചെടുത്ത ആഖ്യാനങ്ങൾ. സ്വയംഹത്യയുടെ നിഗൂഢാഭിലാഷങ്ങൾ ഒളിപ്പിച്ചു വെച്ച അന്യോന്യ വധശിക്ഷാ നിർവഹണങ്ങൾ. എന്റെ കയറ് എന്റെ ഉള്ളത്തിൽ നിന്റേത് ഞാൻ ഹാരമായി അണിഞ്ഞിട്ടുണ്ട് ഹർഷനൊമ്പരത്തോടെ. ഈ വിഷമവൃത്തത്തിനകത്തെ പർവ്വതാരോഹകരുടെ ഛായയുള്ള രണ്ട് നിർബന്ധിത നർത്തകർ. ആരുടേതാണ് ഈ തിരക്കഥ? ബോർഡർ ലൈനിൽ നട്ടം തിരിയുന്ന രണ്ട് ക്ഷുദ്ര നർത്തകർ. സന്ദേഹം ഒട്ടുമില്ലാതെ നിശ്ചയിക്കപ്പെട്ട വഴികളിൽ ഇടറാതെ പതറാതെ നിരന്തരം അഭംഗുരം അനുസ്യൂതം സഞ്ചരിക്കുകയാണ് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ക്ഷീരപഥങ്ങൾ. നാം മാത്രം എന്റെ കണ്ണേ മുഖേ ആമാശയങ്ങൾ പ്രിയപ്പെട്ടവളെ വഴുക്കും പ്രതലത്തിൽ അകപ്പെട്ടത് കൊണ്ട് മാത്രം വിലക്ഷണ നൃത്തം ചെയ്യുന്നു ഹതഭാഗ്യ താങ്കൾ.
അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ എഴുത്ത് ഒരർത്ഥത്തിൽ ഈ കോവിഡ് കാലത്താണ് പിന്നെ ഏറ്റവും മാരകമായ രീതിയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. ആ സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്ക് ഒറ്റ വീട്ടില് താമസിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമില്ലാത്തൊരവസ്ഥ, ആരും എവിടെ റൂം കൊടുക്കാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു പഴയ ആരുമില്ലാത്തൊരു വീട്ടിൽ, ചെറിയ വീട്ടിൽ, ചോറിൽ നല്ല മഴയുള്ള സമയം. അപ്പൊ അവിടെ ഏതാണ്ട് ഒരു മാസത്തോളം കഴിയേണ്ടി വന്നു. അപ്പൊ അയൽപക്കക്കാരായ ആളുകൾക്ക് പേടിയാണ്, കാരണം ഇത് കോവിഡ് രോഗിയാണോ എന്നുള്ള സന്ദേഹം ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പാനിക്കിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനാണെന്നുള്ള കുട്ടികൾ അറിയുന്നതുമില്ല, രാത്രി വാതിലടക്കാൻ കഴിയില്ല. ആ സമയത്ത് ഒരു പട്ടി സ്ഥിരമായി ഇതിനകത്ത് വരും. അപ്പൊ ഇയാളാണ് എന്റെ പട്ടിക്ക് കോവിഡ് ഭീതി ഇല്ലാത്തതുകൊണ്ടും ഈ ദൂരത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളില്ലാത്തതുകൊണ്ടും പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ ഈ കാലയളവ് ശരിക്കും അതിഭീകരമായി കടന്നു പോകുന്നു. കുറെ കഴിയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയില് ഞാൻ അധ്യാപകനാണ്, സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുവാണ്. കൂടെ പോലീസുകാരുണ്ടാവും. അങ്ങനെ നാട്ടുകാരെ പിടിക്കാൻ നടക്കുന്നു. കയ്യില് പിന്നെ ഫൈൻ കൊടുക്കാനുള്ള ഉണ്ടോ. ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാരണം അവര് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മിനിമം ഇത്ര ഫൈൻ മുറിച്ചു കൊടുക്കണം എന്താ പറയുന്നത്, ഒരു അലിഖിതമായ സംഭവമാണെങ്കിൽ. ഞാനാണെങ്കിൽ ഇത് ഫൈൻ കൊടുക്കാൻ സമ്മതിക്കില്ല. ഇയാൾക്ക് ഓരോ ദിവസം ആകെ പോലീസ്. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. പിന്നെ ആളുകൾ നമ്മളെ കാണുന്ന കാഴ്ച, നമ്മുടെ ആ വാഹനത്തിന്റെ വരവിന് തന്നെയുള്ള ഒരു അധികാരം, അത് ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു ആത്മപുച്ഛം, അതിന്റെ ഒരു അവസ്ഥ കൂടുതൽ ദയനീയമാണ്. ഒരുപാട് അനുഭവങ്ങളും ആ സമയത്ത് ഞങ്ങളൊരു ദിവസം ഒരു വീട്ടിന്റെ മുന്നിൽ പ്രായം ചെന്ന ഒരു ഉമ്മയും അവരുടെ ഭർത്താവ് അവര് വണ്ടിയിലേക്ക് ഒരു സാധനം കയറ്റി പോയപ്പോൾ കാറിലേക്ക്. അപ്പൊ പോലീസുകാർ നിർത്തി 2-3 മാസം. അപ്പൊ ആ ഉമ്മ പറയാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോയി, ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഈ പറയുന്നത് പെട്ട് വളരുന്ന വിഷയമില്ലല്ലോ, നിങ്ങളാണ് വന്നത്, നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പിന്നെ ഇപ്പൊ കുറ്റവാളികളായി പറയുന്നത്. അപ്പൊ ആ വാഹനം വരുന്നതോടുകൂടി അവര് പെട്ടെന്ന്. അപ്പൊ ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭയങ്കരമായും ബുദ്ധിമുട്ടില്ലായിരിക്കും. അപ്പൊ അത് ആ കാലയളവിലാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ട്. പുസ്തകം സാനിയ മിർസ എന്ന പൂച്ചയുടെ വിഭവമരണം. ഇത് പുസ്തകമല്ല, ഇത് ഗദ്യ പുസ്തകമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പ്രധാനമായും കോവിഡ് കാലത്തെ ലോക്ക്ഡൌണ്, അന്നത്തെ ഈ പിന്നെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, പിന്നെ കോവിഡിനോടുള്ള നമ്മുടെ നോട്ടങ്ങൾ, ഇതൊന്ന് വളരെ പരസ്പര വിരുദ്ധമായ കുറെ എഴുത്തുകളാണ് അതിനകത്തുള്ളത്. മതഭാഷയാണ് എന്റെ അവതാരം. ഭാഷയെ കുറിച്ച് പറയുന്നത് അതിനകത്ത് ഉള്ള ഈ ആഭ്യന്തര എഴുത്തുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് നിലപാടുകൊണ്ടുള്ള എഴുത്തല്ല, അപ്പൊ തോന്നുന്ന കുറെ എഴുത്തുകൾ. അപ്പൊ ആ കാലയളവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയൊരു കാര്യം ഈ മനുഷ്യരുടെ ഒരു അവസ്ഥയാണ്. ആദ്യം ഒരു മാസ്ക്, രോഗികൾ മാസ്ക് വെക്കാൻ പറയും. അതിനുശേഷം പറയുന്നു രോഗികൾ, കാരണം രോഗികൾ മാസ്ക് വെച്ചാൽ രോഗികളെ തിരിച്ചറിയാൻ പറ്റും, അതാണ് എന്റെ ലോജിക്ക്. പിന്നെ പറഞ്ഞ് രോഗികൾ മാസ്ക് വെക്കണം, രോഗമില്ലാത്തവർക്ക് മാസ്ക് വെക്കണം. പിന്നെ പറഞ്ഞ് 2 മാസ്ക് വെക്കണം. ആളുകൾ ആ കാലത്ത് 10 മാസ്ക് വെക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. പിന്നെ അതുപോലെ ഈ അത്യാവശ്യത്തിന് പോകുന്ന ആളുകളുടെ മേലെ ഈ യതീഷ്ഠന്മാരുടെ വിളയാട്ടം, ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പിന്നെ പാത്രത്തിൽ കൂട്ടാൻ പറയുന്ന മോഡി സർക്കാരിന്റെ സംഗതി, ഇതൊക്കെ കൂടി ഈ പറയുന്ന മനുഷ്യരുടെ ട്രിഗർ ചെയ്യുന്ന സാമൂഹ്യ കാരണങ്ങളും അന്ന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലയളവിൽ എന്നെ പക്ഷെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് എഴുത്ത് തന്നെയാണ്. ഒരു വശത്ത് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ പറയുന്ന ആളുകളെ പിടിക്കാൻ പോകുന്ന ഒരാള്, അതേ സമയത്ത് FBIയില് നിരന്തരമായി, പക്ഷെ അത് ആരും കണ്ടുപിടിക്കപ്പെടാത്തതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാതിരുന്നത്. എന്റെ സന്ദേഹങ്ങൾ ഞാനന്ന് എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയ, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സമയത്ത്, ഈ ഭയങ്കര ഫോക്കോയിസ്റ്റുകളായ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ഈ ഫേസ്ബുക്കില് ആളുകള് പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞതിനെ കുറിച്ചും എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ ഈ മനുഷ്യാവകാശ ബോധം ഒക്കെ പോയി പെട്ടെന്ന് 2-3 നൂറ്റാണ്ട് പുറകിലേക്ക് പോകുന്നതിന് ആർക്കും ഒരു ലജ്ജയില്ല.
പോലീസിന് കിട്ടുന്ന അധികാരത്തെ കുറിച്ച് ആർക്കും വേവലാതിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യൂറോപ്പിലുള്ള ആളുകളുടെ ഈ മനുഷ്യാവകാശ ബോധം കുറെ കൂടി അത് ശരിക്കും കൂടുതൽ വരുന്ന ഒരു സംഗതിയാണ്. അവിടെയൊക്കെ ആൾക്കാരെ അങ്ങനെ മാനിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കാലയളവിൽ ഏറ്റവും ഒടുവിലാണ് എനിക്ക് എൻ്റെ ഒരു ദീർഘം കവിത സാധാരണക്കാരനായ ഒരാളുടെ കയ്യിലേക്ക് ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ദീർഘമായ ഒരു കവിതയാണ്. അപ്പൊ ആ കവിത എഴുതുന്നു. അപ്പൊ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പിന്നെ ഞാൻ എന്റെ പേരിൽ എഴുതുന്നതോടൊപ്പം ഷിൻചാൻ എന്ന പേരുള്ള ഒരു ചൈനീസ് കവി ഉണ്ട്. അപ്പൊ ആ ഷിൻചാൻ എന്റെ ഒരു സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി എന്റേതാണെങ്കിലും അയാളിനേക്കാൾ വളരെ റേഞ്ചുള്ള ഒരു ആളാണ്. ചൈനീസ് പട്ടാളത്തിലുണ്ട്. പിന്നെ ഇത് നടത്തുമ്പോൾ കൂടുതൽ രക്ഷപ്പെട്ട് അതിർത്തിയിലുള്ള ഒരു ഗവൺമെന്റ് ഒറ്റയ്ക്ക് ഒരാളാണ് ഷിൻചാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന് ഏകാന്തത പ്രശ്നമല്ല, അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഒരു വിഷയമല്ല. വളരെ ശക്തനായ ധീരനായ ഒരു മനുഷ്യൻ. എന്നെ പോലെ ചഞ്ചലത്തിനും മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ആളേ കാര്യം. അപ്പൊ ഞാൻ ആ കാലയളവിൽ ഇയാളിലേക്ക് പിന്നെ പ്രവേശിക്കാനുള്ള എന്റെ ശ്രമം. ആ സമയത്ത് എന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാല് എന്റെ തന്നെ പല പല ആളുകൾ ഞാൻ ഉദാഹരണത്തിന് ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ കിടക്കയിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ കിടക്കുന്നത് നമ്മളെ കൊണ്ട് നമുക്ക് ശല്യമായി കൊല്ലാനൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വേണം. എങ്ങനെ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടണം? ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മുന്നിൽ അതായിരിക്കുന്നു ഇയാളെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ശരിയല്ല, കാരണം ഞാൻ മട്ടൻ കഴിക്കാറില്ല, അയാൾ മട്ടൻ കഴിക്കുന്നു. അപ്പോൾ ഞാൻ ഈയിടെ തുടങ്ങിയതാണ് മട്ടൻ കഴിക്കാൻ. അപ്പൊ അതും പാളിപ്പോയി. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഷിൻചാൻ എന്നുള്ള ഈ ഒരു എന്താ പറയാ, അതൊരു പരകായ പ്രവേശമല്ല, പരശുദ്ധ പ്രവേശം എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ ഏറെക്കുറെ വിജയിച്ചു, ഞാൻ എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ സാധാരണക്കാരനായ ഒരാൾ ആ കവിത എഴുതുന്നത്. വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പൊ അതോടുകൂടി ആ കവിത എഴുതി പൂർത്തിയായതോടുകൂടി എനിക്ക് ഏതാണ്ട് ഒരു ശമനം താൽക്കാലികമായി ഉണ്ടായി. ഈ പറഞ്ഞ ചില ഘട്ടങ്ങളിൽ സൈക്കാട്രി മരുന്നുകൾ നമുക്ക് ഒരു ശമനമുണ്ട്. പക്ഷെ സൈക്കാട്രി മരുന്ന് നേരത്തെ സംസാരിച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയുള്ള കാര്യം, പിന്നെ എന്റെ ഒരു പിന്നെ ഞാൻ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യവാനായവരാണ്. കാരണം രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഗാഠമായ ഉറക്കം ഇല്ലാത്ത കാലങ്ങളിൽ ഇങ്ങനെ നിരന്തരമായി സ്വപ്ന തലങ്ങളിൽ സ്വപ്നം കിട്ടുന്നു. അതിന്റെ ബാക്കി ഇറ്റനാൾ എഴുന്നേറ്റ് എനിക്ക് വെറുതെ എഴുതിയാവും എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഓടുമില്ലാത്തതുപോലെയുള്ള സംഗതിയാണ്. അതിന്റെ പെയിനുണ്ട്, പക്ഷെ അതേ സമയത്ത് ഞാൻ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല. ആരാണ് ഈ തിരക്കഥ എഴുതിയത്, ആരാണ് ഈ പിന്നെ അഭിനേതാക്കളെ ഉണ്ടാക്കിയത്, സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു മികച്ച സംവിധായകനാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അതേസമയത്ത് ഒരു സെൽഫി പോലും എടുക്കാൻ ശേഷിയില്ലാത്ത ഒരാള് ഉണ്ടാക്കുന്ന സിനിമകളാണ്. അപ്പൊ അത് അതിഭീകരാണ്. അത് പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിലൊരു മാതൃക വേണ്ടി വായിക്കണം. അപ്പൊ അത് അത്രയും എന്താ പറയാ ഭാരം നമുക്ക് ഉണ്ടാക്കുന്ന സിനിമകളാണ്, രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പോ ഈ ഘട്ടത്തിൽ എനിക്ക് ആവശ്യമുള്ളത് ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഞാൻ ആകെ പിന്നെ വ്യവഹാരത്തിന്റെ കുറ്റപ്പെടുന്നതല്ല, അതിന്റെ ഒരു പരിമിതിയാണ് പറഞ്ഞത്. നമ്മുടെ മരുന്ന് കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എനിക്ക് പിന്നെ ഈ ഹൈപ്പിച്ചിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ഘട്ട താഴ്ത്തിയാണ് ഒരു ഘട്ടത്തിൽ ഇത് നമ്മളെ പെട്ടെന്ന് പിന്നെ അത് ഇല്ലാതാക്കുന്നത്. പിന്നെ സ്വപ്നം ഒന്നുമില്ല. ഈ പറയുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ പറയുന്ന സാമൂഹികമായ പ്രതികരണ ശേഷി ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇമ്പൾസീവായി കൂടിയിരിക്കുന്ന ഒരാളാണ്. അതിന്റെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ പിന്നെ കോഴിക്കോട് വെച്ച് ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ടൗണില് മുപ്പതിനായിരം മനുഷ്യരെ കുറെ ആൾക്കാർ കൂടി അടിക്കുന്നു. സാധാരണ ഞാനതിൽ 2 തവണ ചിന്തിക്കാതെ കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അതിങ്ങനെ നിരീക്ഷിക്കുകയും എന്റെ ബസ്സിൽ കയറി പോവുകയും ചെയ്യും. ബസ്സിൽ കയറി വീട്ടിലെത്തിയതിനു ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഈ മരുന്ന് ശരിയല്ലല്ലോ. എന്റെ എഴുത്തത് ഇല്ലാതാക്കണമെന്നുള്ള ആദ്യ വിവരത്തിൽ എനിക്കുണ്ടായിരുന്നു. എഴുതാനും ഇല്ലാവുന്നു ഭയങ്കര ശൂന്യമായി തോന്നി. അപ്പൊ എനിക്ക് തോന്നുന്നത് മനുഷ്യരുടെ ഇത് പിന്നെ ഞാനതൊരു എന്താ പറയാ തിയറിയൊന്നും എനിക്കല്ല പറഞ്ഞത്, ഇവരുടെ അനുഭവങ്ങൾക്ക് പറയണം. ആളുകളുടെ എന്തെങ്കിലും സാധ്യതകളൊക്കെ ഉണ്ട്, അതും കൂടി ഇല്ലാതാക്കി ഒരുതരം മനുഷ്യരെ ഒരുതരം പാവങ്ങളാക്കി മാറ്റുന്ന എന്തോ ഒന്നാണ് മരുന്ന് എന്റെ അനുഭവം. അത്ര സഹായകരല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മരുന്ന് കഴിച്ചാൽ കുറച്ചു കാലം കഴിച്ചു കഴിഞ്ഞാൽ ഞാനത് നിർത്തും. അപ്പൊ സൈക്കാട്രിസ്റ്റ് പറയുന്നത് നിർത്തരുത്, കാരണം അടുത്ത ആഘാതം ഇതിനേക്കാൾ ഭീകരമായിരുന്നു. അത് ശരിയാണ്. പക്ഷെ അതേ സമയത്ത്
ഇത്തരം സംഗതികൾക്ക് പറഞ്ഞാൽ കുറെ കൂടി ആ മേഖലയിൽ മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ തോന്നൽ. ചുരുക്കത്തിൽ എനിക്ക് സഹായകരമായി തീർന്നിട്ടുള്ളത് ഈ പറയുന്ന ഈ എഴുത്ത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു ഒരു മനോവിശ്ലേഷക സാന്നിധ്യം ഭാഷയുടെ മാധ്യമത്തിലൂടെയുള്ള ഈ നമ്മുടെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ ഏറെ കുറഞ്ഞു ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കവിതയുടെ അസുഖമുള്ള കുട്ടി എന്നൊക്കെ പറയുമല്ലോ ആളുകൾ. കഥയുടെ അസുഖമുള്ള കുട്ടി അല്ലെങ്കിൽ നോവലിന്റെ അസുഖമുള്ള കുട്ടി എന്നൊന്നും പറയില്ല. കവിത വായിക്കുന്ന ആളുകൾ, കവിത എഴുതുന്ന ആളുകളൊക്കെ നോക്കിയാൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഏതോ തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ അതിർത്തി ലംഘനത്തിന്റെ ഒരു സംഗതി രണ്ടിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ ഒരു അനുഭവം, എനിക്ക് വളരെ കുറച്ച് വായനക്കാരൻ മാത്രമുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ആനുകാലികമായിട്ടോ ഒന്നും വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കേരളത്തിൽ എന്നെ അറിയുന്ന ആൾക്കാർക്ക് വളരെ പോകണം. പക്ഷെ അതേ സമയത്ത് ഈ വളരെ ന്യൂനപക്ഷം വരുന്ന ഈ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം എന്റെ എഴുത്ത് ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എന്താണോ എന്റെ എഴുത്തിലൂടെ എനിക്ക് സാധ്യമാവുന്നത് അത് തന്നെ ഈ വായിക്കുന്ന ആളുകൾക്കും അതേപോലെയുള്ള ഈ പറയുന്ന ലാംഗ്വേജിന്റെ ഒരു തരം പിന്നെ ഇതൊരു ട്രീറ്റ്മെന്റ് പോലെ ഒന്നും. ഞാൻ ഈ സാഹിത്യത്തിന്റെ പ്രയോജനം എന്നതിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. വളരെ പ്രയോജനമുള്ള ലോകത്തെ മാറ്റി തീർക്കാനോ ഒന്നും ഞാൻ എഴുതുന്നത്. പക്ഷെ ഈ ഒരു എലമെന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എഴുതുന്ന എഴുത്ത് വേറെ എവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര പ്രയോജനം ചെയ്യുന്നതിന്റെ അതിൽ സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതോ നിലക്ക് നമ്മുടെ ഈ മനസ്സിനെ ശുശ്രൂഷിക്കുന്നതിൽ ചെറിയ ചെറിയ പങ്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടില്ല പറഞ്ഞത്. പക്ഷെ ഏതോ തരത്തിൽ തന്നെ സഹായിക്കാൻ പറ്റും. ഒരു വർഷം മുന്നെയാണെന്ന് തോന്നുന്നു ഞാൻ ഒരു ചെറിയ ന്യൂസ് വായിച്ചു. ന്യൂസിലാണ് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന സ്ഥലത്ത് ഒരു മെലോ എന്ന പേരുള്ള ഒരു പട്ടി, ആ പട്ടിക്ക് ലിംഫോമ ബാധിച്ചു, മരണാസന്നനായി. അപ്പൊ കെവിൻ എന്ന പേരുള്ള ആളാണ് ഈ പട്ടിയുടെ കൂട്ടുകാരൻ. കെവിൻ സങ്കടത്തിലായി. എല്ലാ ദിവസവും നടക്കാൻ പോകാൻ രാവിലെ പ്രഭാതമാണ്. അതിന് നടക്കാൻ പോകാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പൊ അങ്ങനെ അവസാനമായി ഇതൊക്കെ ദിവസം തെറ്റ ഈ പിന്നെ കെവിനും മെലോ എന്ന ഈ പട്ടിയും കൂടി നടക്കാൻ പോകും. അപ്പൊ ഈ നടക്കാൻ പോകുന്ന കാര്യം അയാൾ നാട്ടിലെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. സ്ഥിരമായി പോകുന്ന വഴികളിലെ ആൾക്കാരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരും ഇവരെ അഭിവാദ്യത്തിന് വേണ്ടി വരുന്നതൊക്കെ അയാൾക്ക് ഒരു ന്യൂസ് വായിച്ചു. അപ്പൊ അത് പിന്നീട് ഞാനൊരു കവിത എഴുതുന്നു. കവിത എന്ന നിലയിൽ എനിക്ക് അതിനോട് അത്ര പ്രിയമൊന്നുമില്ല. അത് പക്ഷെ ഈ അവിടെയുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഗായത്രി അവരത് പിന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അവിടുത്തെ ഏതൊരു ജേണലിൽ അത് വന്നു. അത് ഈ കെവിൻ വായിച്ചു. അപ്പൊ കെവിൻ വായിക്കുകയും അയാൾ ഈ പട്ടിയുടെ പിന്നെ മരണത്തോടുകൂടി അപ്പൊ പട്ടി വരച്ചിട്ടുണ്ട്. ഭയങ്കര ദുഃഖിതനായി. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ ഒരു മൂലക്കിരിക്കുന്ന ഏതോ ഭാഷയിലിരിക്കുന്ന ഒരാൾ, അമേരിക്കയിലെ മനുഷ്യൻ, അയാളുടെ ഈ പറഞ്ഞ നഷ്ടത്തിന്റെ ഒരു ദുഃഖം, ആ ദുഃഖത്തിൽ ഒരു തരത്തിൽ പിന്നെ ഇടപെടാനുള്ള സംഗതി. ഇങ്ങനെ കുറെ ഈ ക്യാൻസർ പേഷ്യന്റുകളായ ചില ആളുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാനൊരു കവിത എഴുതി. അതും ഈ പറഞ്ഞ പോലെ കവിത എന്ന നിലയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതല്ല. അപ്പോ അത് ഒരു സ്ത്രീ പിന്നെ അവരുടെ വിരോധത്തിന്റെ എന്തോ മൂന്നാമത്തെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അവരിത് വായിക്കുന്നു. അവര് സ്വയം ഉപേക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഈ രോഗാവസ്ഥയിൽ നമ്മള് ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോ അന്ന് നമ്മളെ വിട്ടുകളഞ്ഞു പറ്റില്ല. അത് പക്ഷെ അവർക്ക് ഭയങ്കര ഫലം കൊടുത്തു. അവര് ഹോസ്പിറ്റലിൽ അവരുടെ ആ സമയത്തുള്ള രോഗികൾക്ക് അത് വായിച്ചു. ആളുകൾക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകത്തിന്റെ എന്തായാലും അത് പക്ഷെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇതേപോലെയുണ്ട്. അതുപോലെ ഈ ബന്ധങ്ങളുടെ അനിശ്ചിതത്വം, പിന്നെ ഡിസബിലിറ്റി വിഷയങ്ങൾ, ഇത്തരം പ്രമേയങ്ങളാണ് കൂടുതലും എന്റെ എഴുത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യർ ഈ എഴുത്ത് ഒരു തരത്തിൽ ഹീലിംഗ് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയാണ് പറഞ്ഞത്.
വേറെ കവിതയല്ല ഇത്. ഞാൻ പറഞ്ഞ ഈ മോശപ്പെട്ട മാനസിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ട് ഒരു കുറിപ്പാണ്. എന്റെ പേരൊന്നും എനിക്കറിയില്ല. പറഞ്ഞു ജയിൽ വാർഡൻ ഉള്ളിലേക്ക് കടന്നുവന്ന് ഞങ്ങൾ അന്തേവാസികളോടായി പറഞ്ഞു, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇന്ന് നിങ്ങളെ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളോട് ചിലത് പറയുന്നുണ്ടായിരുന്നു. വധശിക്ഷാ കുറ്റവാളികളായി ഞങ്ങൾ 36 പേര് 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രാജ്യദ്രോഹത്തിന്റെ പ്രവിശ്യ പ്രതിനിധികൾ, ഞങ്ങളെ ബഹുമാനക്കാർ മുതൽ ഭക്തന്മാർ വരെ സ്ത്രീകളും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർ. ഞാൻ കേരളത്തിന്റെ പ്രതിനിധിയാണ്. എന്നെങ്കിലും കേരളത്തെ പ്രതിനിധീകരിക്കുന്ന എഴുത്തുകാരനാണ് ഞാനെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അത് ആലോചിച്ചപ്പോൾ എനിക്ക് മനമുള്ള ശ്രീ വന്നു. ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തിൽ ഇത്തരമൊരു ജയിലുണ്ടാകുമെന്ന് തോന്നുന്നു. പൂർണ്ണമായും ഗ്ലാസിൽ പണിതീർത്ത അവസാനിക്കാത്ത ഒരു രംഗമായിരുന്നു ചതുരത്തുരങ്ങൾ. തീവണ്ടി പോലെ പുറത്തെ ലോകം സുതാര്യമായിട്ടുണ്ട്. നഗരങ്ങൾ, ജനപദങ്ങൾ, മൈതാനം, പാർക്കുകൾ, സ്കൂളുകൾ, ഭക്ഷണശാലകൾ, തിയേറ്ററുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഒഴുകുന്ന വാഹനങ്ങൾ, വനാന്തരങ്ങൾ. പുറത്തു നിന്നും ആളുകൾക്ക് ഞങ്ങളെയും കാണാം. ടിക്കറ്റ് എടുത്ത മണിക്കൂറുകളോളം മുമ്പിൽ കാത്തുനിന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി തൂങ്ങിയാടാൻ പോകുന്ന ഞങ്ങളെ ജനം ഗൗരവത്തോടെ കണ്ടു. ചിലർ പരിഹസിച്ച് ആർത്തി വിളിച്ചു, താക്കിച്ചു. റോഡ് ബാനറുകൾ കാണിച്ച് തലയറന്ന് ചിരിച്ചു. മുഷ്ടി ചുരുട്ടി അഭിവാദനം ചെയ്ത ഒരു ബഹുമാനക്കാരന് ഞാൻ ഉമ്മ പറഞ്ഞിരുന്നു. ഒരു ദിവസം മണിക്കൂറുകളോളം ഭ്രാന്തെടുത്ത് ദുരന്തത്തിലൂടെ അകലയോടിയ ഞാൻ തളർന്ന് അണച്ച് നിലത്ത് വീണപ്പോൾ ചില്ലിനപ്പുറത്ത് കാട്ടിൽ നിന്നും ഒരു ആദിവാസി വൃദ്ധൻ ദുരന്തത്തോട് ചേർന്ന് നിന്നും എനിക്കായി ഒരു വിചിത്ര സംഗീതോപകരണത്തിൽ സംഗീതം വായിച്ചു. പുറത്തെ ശബ്ദം അകത്ത് കേൾക്കാൻ വയ്യെങ്കിലും അയാളുടെ മുഖഭാവങ്ങളിൽ നിന്നും ഒരു അംശവും ചോരാതെ ഞാൻ ആ വിശാല സംഗീതം കേട്ടു. സംഗീതം 2 മനുഷ്യർക്കിടയിലെ വികാര വിനിമയത്തിന്റെ ചിഹ്നമാണ്. അതിന് പ്രകടമായി സംഗീതം വേണമെന്ന്. അന്തമില്ലാത്ത ഈ ദുരന്തത്തിൽ പല ആംഗിളുകളിൽ നിന്നുള്ള സർവൈലൻസ് ക്യാമറകൾ ഞങ്ങളെ പിടിച്ചു നോക്കി. ഞങ്ങളുടെ ഓരോ നിമിഷവും ചരിത്രമാവുകയാണ്, ചലച്ചിത്രമാവുകയാണ്. രാജ്യവിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ 36 കുറ്റവാളികളായ പൗരരുടെ അന്തിമ നാളുകളിൽ ഒറ്റ നിമിഷം പോലും വിടാതെ ചിത്രീകരിച്ച് ഞങ്ങളെയെല്ലാം കുട്ടിയതിനു ശേഷം എഡിറ്റ് ചെയ്ത് പന്നികൾ തൂങ്ങിയാകും രാജ്യം പിന്നെയും നൃത്തം ചെയ്യും എന്ന ചലച്ചിത്രം തിയേറ്ററുകളിലും തെരുവിലും സ്കൂളുകളിലും ദേശീയ ചാനലുകളിലും പ്രദർശിപ്പിക്കുമെന്നാണ് വാർത്തകൾ എന്നോട് പറഞ്ഞത്. രാജ്യത്തിനുള്ള പാഠവും സന്ദേശവുമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംവിധാനം ചെയ്യുന്ന ഡോക്യുമെന്ററി ചലച്ചിത്രമാകും അത്. തൂക്കിലേറ്റപ്പെടുക രാജ്യത്തിലെ ഏറ്റവും വലിയ തിയേറ്ററിൽ വെച്ചായിരിക്കും. ലേലംവിളിയിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന 1000 പേർക്ക് വധശിക്ഷ നേരിടുകയാണ്. ശേഷിക്കുന്നവർ ടെലിവിഷനിലും പിന്നീട് ചലച്ചിത്രങ്ങളിലും കണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. 36 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്തരീക്ഷവും ഭൂമിയും ലോകസമൂഹവും പങ്കെടുക്കുന്ന ഉത്സവം എന്നാണ് ഈ ഇവന്റിനെ കുറിച്ച് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഘാണശേഷിയിൽ വിശ്വസിക്കുക. 36 ദിവസം കൊണ്ട് കാർണിവൽ അവസാനിക്കില്ല. അവസാനത്തെ രാജ്യവിരുദ്ധൻ മൂത്രമെത്തിച്ചും കഴുത്തലിൽ ഉറങ്ങിയും ഉണ്ണിയാടിയും ചലനമേറ്റ് അവസാനിക്കും വരെയും രാജ്യത്തിന് വേണ്ടിയുള്ള ഈ ദൃശ്യങ്ങൾ തുടരും എന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. ഞങ്ങളിൽ ശഹിതരായവരും നിർമ്മമരും ഉണ്ടായിരുന്നു. ചിലർ ചിത്രസ്ഥിരം നഷ്ടപ്പെട്ടവരായി കാണപ്പെടുന്നു. അമീനത്ത് എന്ന 19 വയസ്സുകാരനായ അസാമി യുവാവ് കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പുറപ്പെട്ടതായിരുന്നു. അവൻ ഓടുന്നതിനിടയിൽ ഞങ്ങളുടെ ചതുരത്തുരങ്കത്തിന് വെളിയിൽ മെഡിക്കൽ സ്റ്റോറുകൾ കാണുമ്പോൾ ആ മരുന്നിന്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏകാന്ത വീതിയിലെ മനുഷ്യൻ കപ്പൽ കാണുമ്പോൾ കാണിക്കുന്ന ആവേശത്തോടെ അവന്റെ കുഞ്ഞിൽ എപ്പോഴും മരിച്ചു കാണുമെന്ന് സമീറ എന്ന പേരുള്ള യുവതിയായ ലോകം. ഒരു നാൾ പ്രഭാതത്തിൽ ആഭ്യന്തരമന്ത്രി ഞങ്ങളെ മരണവാർത്തയിലേക്ക് പ്രവേശിച്ചു. അയാൾ ഞങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. നിങ്ങൾ 36 പേരുണ്ട്, 36 അനുഷ്ഠാന ദിനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ഓരോരുത്തരുടെയും ഊഴം നിശ്ചയിക്കപ്പെട്ടു. ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യന് 35 ദിവസം ലഭിക്കും. നിങ്ങൾ തന്നെയായിരിക്കും ആരാച്ചന്മാർ. ആരെ ഉൾക്കൊള്ളുമെന്നതും നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നു. 36ാമത്തെ കുറ്റവാളി സവിശേഷമായി ചരിത്രത്തിൽ ഇടംപിടിക്കും. മനുഷ്യവംശത്തിന്റെ ശിക്ഷാ നിർവഹണങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചേർന്നാവും 36ാമനെ കേൾക്കുക. ചരിത്രത്തിന്റെ ഭാരം കൂടിയാവുമ്പോൾ സുഖമരണമാകുമെന്ന് പറയേണ്ടതില്ല. ആരാച്ചാരായി നിയോഗിക്കപ്പെട്ടവർ ചുമതല നിർവഹിച്ചില്ലെങ്കിൽ അന്നത്തെ വധശിക്ഷാ കുറ്റവാളിയെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്തു. വധശിക്ഷയുടെ നൂതനവും കഠിന വേദനയുള്ളതും മികച്ച ദൃശ്യവിധി നിൽക്കുന്നതുമായ പരീക്ഷണങ്ങൾ അവർക്കും നടപ്പിലാക്കും.
അനന്തമായ സഹനം എന്ന വാക്കിൽ നിങ്ങൾക്കാകാവുന്നത്രയും അർത്ഥവും വികാരവും നിക്ഷേപിച്ച് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുക. നറുക്കെടുപ്പിൽ ആദ്യത്തെ ആരാച്ചാർ ഞാനായിരുന്നു. 36ാമത്തെ വധശിക്ഷാ കുറ്റവാളിയും ഞാൻ തന്നെ. ഞാൻ ആ 35 ദിവസത്തെ കാലത്തെ കുറിച്ച് ആലോചിച്ചതോ തെറ്റിദ്ധരിച്ചു. ഓരോ ദിവസങ്ങളിലായി 35 ജീവനുള്ള മനുഷ്യർ എന്നേക്കുമായി അപ്രത്യക്ഷരാകുന്നത് കാണേണ്ടി പോയി. ഒരു പാതയോ മലയോ അരുവിയോ പാഠശകലമോ അപ്രത്യക്ഷമാകുന്നത് പോലെയല്ല ഒരു മനുഷ്യൻ എന്ന മുമ്പിൽ അപ്രത്യക്ഷനാകുന്നത്. ആദ്യ ദിനത്തിൽ കൊല്ലാൻ കുറ്റപ്പെട്ടത് 80ഓളം വയസ്സുള്ള ഒരു കാശ്മീരി വൃദ്ധനായി. അയാൾക്ക് കേൾവിശക്തി ഉണ്ടായിരുന്നു. സദാ പുഞ്ചിരിക്കുന്ന മുഖമുള്ള കാരുണ്യവും ആത്മീയതയും കഴിഞ്ഞുകൊണ്ടുവന്നു. സമീർ എന്നോട് പറഞ്ഞു. അയാൾ മഹബൂദിനെ വിളിച്ചവരാണ്. അയാൾക്ക് അയാളുടെ പേരോ ജന്മസ്ഥലമോ ഒന്നുമില്ല. രാജ്യം എന്നാൽ എന്തെന്ന് അയാൾക്ക് അറിയില്ല. ശിക്ഷ എന്ന് എന്താണെന്ന് അയാൾക്ക് മരണമുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടാതെ പറയും. സമീറം എനിക്ക് വലിക്കാൻ ഭയമൊന്നുമില്ല. എന്നെ ആകെ സങ്കടപ്പെടുത്തുന്നത് കുറച്ച് 4 മണിക്ക് എഴുന്നേൽക്കണം എന്നത് മാത്രം. ഞാൻ ഓട്ടം വെച്ച് വരുന്ന സുഖകരമായ നിമിഷമാണ്. പിറ്റന്നാൾ ഓർമ്മയോ കേൾവിയോ ഇല്ലാത്ത ആ മനുഷ്യനെയും എന്നെയും തിയേറ്ററിന്റെ കരകളിൽ നയിച്ചു. സദസ്സിലെ ആളുകളിൽ ചിലരെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അറിയുന്ന ചിലർ അവരിൽ ഉണ്ടായിരുന്നു. ഒരു അമ്മയുടെ മടിയിൽ നിന്ന് കൊച്ചു കുഞ്ഞെ ഉച്ചത്തിൽ വിസിലൂറി നിശബ്ദതയെ ബന്ധിച്ചു. വൃദ്ധൻ എന്നെ നോക്കി മന്ദഹസിച്ചു. അയാളുടെ കണ്ണുകളിൽ നിന്നും ബുദ്ധനിൽ നിന്ന് നിർവ്വാണം നേടിയ വൃക്ഷച്ചുവട്ടിലേക്ക് ഒരു കുഞ്ഞുണ്ട്. എന്റെ കൈകൾ വിളിച്ചു. ഒരു മാറയെണീക്കുമ്പോഴേ ഞാൻ വടം അയാളുടെ കഴുത്തിരുന്നു. കയറാണെന്ന് അറിയാതെ അയാളത് വിരലുകളോടിച്ച് പിടിച്ചു. അയാളുടെ ചുണ്ടുകളിൽ ഏതോ നടപടി സകലം ചെയ്യുന്നു. ഞാൻ കയർ എടുത്തിട്ടതും സദസ്യർ വാക്കു വിളിക്കുകയും വിരലുകൾ വായിലിട്ട് വിസിൽ വിളിക്കുകയും ചെയ്തു. ഞാൻ അവരെ നോക്കി ശരിയാണ് എന്നെ വിളിച്ചു. ഒരു കല്ല് എന്റെ ഇടത് ചെവിയിൽ പന്ത് വിളിച്ചു. ഞാൻ ആ മനുഷ്യന്റെ നെറ്റി വിളിച്ചു. ഉമ്മയാണെന്ന് അറിയാതെ, അത് ചുംബനമാണെന്ന് അറിയാതെ അയാൾ എന്റെ കരണിയോളം നീട്ടി. ഞാൻ കണ്ണടച്ച് ഇവർ വിളിച്ചു. ഇത് ഭീകരമായ ശബ്ദമുണ്ടായി. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കവിത എഴുതുമ്പോൾ പലപ്പോഴും ആ കവിതയിലെ ഞാൻ കവിത എഴുതുന്ന സ്ഥലത്ത് ആ കവിതയാണ് ഞാൻ പലപ്പോഴും. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കവിത എഴുതി തീരുന്നതോടുകൂടി ഞാൻ എന്റെ ആ സ്വത്ത് അവിടെ ഉപേക്ഷിക്കും. മേബി ഒരു പാമ്പ് വടം പൊഴിക്കുന്നത് പോലെയൊക്കെ. പിന്നീട് ഒരിക്കലും കവിത എഴുതുമ്പോൾ ഞാൻ ആ ഉറപ്പുള്ളിലായിരിക്കും. പക്ഷെ പിന്നീട് ഒരിക്കലും എനിക്ക് അതുമായിട്ടൊരു അറ്റാച്ച്മെന്റ്, ആ സെൽഫുമായിട്ട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടില്ല. പലപ്പോഴും അത് എന്റെ അനുഭവങ്ങളുടെ എക്സാക്ട് ആഖ്യാനം അല്ലാത്തത് കൊണ്ട് കൂടി ആയിരിക്കാം. അപ്പം സാറിന്റെ കവിതകള് അല്ലെങ്കിൽ സാറിന്റെ എഴുത്തുകള് അനുഭവങ്ങളുടെ ആഖ്യാനാവുമ്പം എത്രത്തോളം കവിതകൾക്ക് ഉള്ളിലും അല്ലെങ്കിൽ കവിതകൾക്ക് പുറത്തും ആ ഒരു സെൽഫ് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അതിപ്പോ ഇരിക്കുമ്പോ പോലും ആ കവിതകൾക്കുള്ളിലെ അല്ലെങ്കിൽ ആ സെൽഫാണോ സാർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്വത്വമാണോ സാർ നെഞ്ചിലേറ്റുന്നത്, അല്ലെങ്കിൽ അതൊരു ബേർഡൻ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിനെ ഞാൻ ലോകത്തെ കാണിക്കുന്ന ഈ ഒരു ഞാൻ എന്ന് പറയുന്നത് ഇതൊരു ഭാരമാണോ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ, അല്ലെങ്കിൽ അതിനോടൊരു ഡിറ്റാച്ച്മെന്റ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നറിയാനൊരു കൗതുകം. അല്ല, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എന്റെ കാര്യങ്ങൾ. മാത്രമല്ല ഇത് ശരിക്കും ആണല്ലോ. ഉദാഹരണത്തിന് ഞാൻ എഴുതി പറയാം. പിന്നെ ചെസ് കളിയുടെ അസാമ്യത പേര്. ഞാൻ ഭയങ്കര ഇൻസെക്യൂരിറ്റിയുടെ ഒരാളാണ്. പിന്നെ അപ്പൊ സീനിയോട് ഇരിക്കുന്നുണ്ട്, നഷ്ടപ്പെടുമെന്നുള്ളൊരു കാരണം എന്റെ കയ്യിൽ ഇപ്പൊ ശരിയല്ലോ, എപ്പോഴാണ് ഇത് പോയി പോകുന്നതല്ല അറിയില്ല. അപ്പൊ ഇത് ശരിക്കും ഈ ഇൻസെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ധാരാളം എഴുത്തുകളുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെസ് കളിയുടെ അസാധ്യത എന്നുള്ള ആ എഴുത്ത്, അതിനകത്ത് ചെസ് എന്താ പറയുക, ചെസ് കളി ഒരു ഭാഗത്ത് കറുപ്പ് മറ്റു ഭാഗത്ത് വെളുപ്പ്, ഇത് അസാധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ചെസ് കളിക്കുന്നവർക്ക് അറിയാം, ആദ്യത്തെ നീക്കത്തിന് പകരം ഒരു നീക്കത്തിന്റെ അധികം സാമ്യം. തുല്യശക്തരായ രണ്ടാളുകളുടെ കളി അവിടെ തന്നെ അവസാനിച്ചു കൊണ്ടാണ് പറയുന്നത്. പിന്നെന്ത് ചെയ്യും? പിന്നെ ചെയ്യാവുന്ന കാര്യം, പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ മറ്റേയാൾക്ക് വേണ്ടി വെള്ളത്തിൽ കൊണ്ടുപോകുന്നു. അപ്പൊ അവിടെയും നഷ്ടപ്പെടുന്ന അവിടെ ഉദാഹരണം തരും. തോറ്റവനും ജയിച്ചവനും സമാധാനം കിട്ടില്ല. പിന്നെയുള്ള സാറിന്റെ ടോസിനുള്ള ടോസ് 50-50 ആണ് സാധ്യത. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിഷയമാണ്. അപ്പൊ കോവിഡ് സമയത്താണ്
നമ്മളിപ്പോ ഒരു കോവിഡ് കാലത്ത് ഒരു ബസ്സിൽ 30 ആൾക്കാരെ യാത്ര ചെയ്യുന്നു. കേരളത്തിലെ കോവിഡ് പോസിറ്റീവ് 12%. അപ്പൊ 30 ആളുകളിൽ എത്ര കോവിഡ് രോഗികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഇത്ര ശരാശരി. പക്ഷെ ആ ബസ്സിലെ 30 ആളുകളും കോവിഡ് രോഗിയാവാനും 4 കോവിഡ് രോഗി ആവാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. 99% മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1% സാധ്യത കൊണ്ട് തിരിച്ചു സംഭവിച്ചാല് 99% അടിപൊളി. ഞാൻ പറഞ്ഞത് അതിന്റെ രസമായിട്ട്. പിന്നെ ഞാൻ ഈ എഴുത്തിലൂടെയാണ് എന്റെ ഇൻസെക്യൂരിറ്റീസ് എനിക്ക് ഒളിച്ചു കിടക്കുന്നത്. ബോധപൂർവ്വം ചെയ്തതല്ല, പിന്നെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ അവരവരിലേക്ക് ഒളിച്ചോടുന്നവർ ഒരു തരത്തിൽ. അപ്പൊ അത് 10 കുറേ വർഷങ്ങൾക്ക് ശേഷം എന്റെ ആളുകളെ തീവണ്ടി കണ്ടുമുട്ടുന്നതാണ്. ഇത് മുഴുവൻ. പക്ഷെ ഇതൊന്നും ഞാൻ പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ അതേപടി അങ്ങനെ എഴുതി മാധ്യമമായി പിന്നെ ഞാന് കാണുന്നില്ല. ശരി, അത് ലാംഗ്വേജ് ആണ്, ഭാഷയുണ്ട്. ഭാഷയുടെ ഈ പറയുന്ന മധ്യസ്ഥതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ എഴുതുന്ന സമയത്ത് ഇമോഷൻ ഇല്ലാതെ അതന്നെ. അപ്പൊ ഇത് എഴുതിയ ശേഷം ഇത് ആൾക്കാരൊന്ന് വായിക്കുമല്ലോ, എന്നെ പറ്റി തെറ്റായി വിചാരിക്കുമോ എന്ന് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ മീൻസ് അതുപോലെ ഒരു മറ്റവരുടെ ജഡ്ജ്മെന്റിലാവുമോ എന്ന് വിചാരിച്ചു. അല്ല, ആ സാധ്യത പൊതുവെ എന്റെ എഴുത്തിലുണ്ട്. പിന്നെ സ്വയം നഗ്നമാക്കുന്ന ഒരു പ്രോസസ്സാണ് കുറെ. പക്ഷെ അതിനിടെ അതിനകത്ത് നമ്മൾ വേറെ ചില കളികൾ കളിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഒരു അങ്ങനെ നിർഭയനായ ഒരു പോരാളികളല്ല എനിക്ക് ആ ശ്രദ്ധയുണ്ട്. എന്ന് വെച്ച് പിന്നെ അയാളുടെ ഒഴിവാണ്. ഇതൊന്നും ഭയങ്കര എന്തോ ഒരു അനർക്കമായി പിന്നെ ഏതോ ലോകത്തിൽ നിന്ന് ഒഴുകി വരുന്ന സംഗതികളാണല്ലോ. അത് വളരെ വേഗത്തിലായിരുന്ന ഒരാളാണ്. അതിന്റെ കുഴപ്പമുണ്ട്, എഴുത്തുന്നില്ല. പക്ഷെ അതേസമയത്ത് പിന്നെ ഈ പറയുന്ന ശ്രദ്ധ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പുസ്തകങ്ങൾ നല്ല എഴുതുന്നത്. ഈ സെൽഫ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട പുസ്തകങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. ഞാൻ ഒരിക്കലും സുഹൃത്തുക്കളെല്ലാവരും കൂടെ പ്രത്യേക രീതിയിൽ തന്നെ ചതിച്ചതായിരുന്നു. അദ്ദേഹം മാത്രമാണ്, ഒരു പുരുഷനാണ്. ഏതാണ്ട് ഒരു 48-50 വയസ്സിനടുത്തുള്ള ഒരാളാണ്. അപ്പൊ അയാളെ മാത്രമാണ് വീട്ടിലുള്ളത്. ചിലൊരു ഉദാഹരണങ്ങളോട് ഞാൻ അവിടെ പോവേണ്ടി വന്നു. വന്നപ്പോ അദ്ദേഹം വളരെ വെൽക്കത്തിനായിട്ട് മുന്നോട്ട് വിളിച്ചിരുത്തി. ഭാര്യ നമ്മളൊന്നും അവിടെ ഇല്ലാന്ന് പറഞ്ഞു. ചായ എടുത്തുകൊണ്ട് വന്നു. ചായ കുടിച്ചു കൊടുത്തു. എനിക്ക് ഇദ്ദേഹത്തിന് ഒരു പീക്ക് സ്റ്റേജിലാണ് അദ്ദേഹം ആ സമയത്തുള്ളതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം എന്നോട് അവിടെ ഇരുത്തോളാൻ പറഞ്ഞു. ഞാൻ എനിക്ക് സ്വതവേ മാനസിക ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ കേൾക്കാനൊന്നും പറഞ്ഞിട്ടാവാറില്ല. പക്ഷെ ഞാൻ കത്തുകൾ എഴുതും, കത്തുകൾ എഴുതുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇൻലൻഡ് പോലത്തെ കുറച്ച് അതിനകത്ത് ആ കൂടെ ഒരൊറ്റ ലെറ്റർ മാത്രമേ എഴുതിയിട്ടില്ല. പിന്നെ എല്ലാം ബ്ലാങ്ക് ആയിട്ട് എഴുതിയിട്ടുണ്ടാണ്. പക്ഷെ എന്നോട് ഇത് മുഴുവൻ വായിച്ചിട്ട് പോയാൽ മതിയാണ്. ഞാൻ ആദ്യം ഒരെണ്ണം വായിച്ചു. ഓർക്ക് വായിക്കുന്നുണ്ടോ അത് അങ്ങനെ പുള്ളികളാണ് വായിക്കുന്നത്. പുള്ളി വായിക്കാനാണ്. പിന്നെ രണ്ടാമത്തെ എടുത്തു. ഒന്നുമില്ല, തിരിച്ചു വെക്കാൻ പറ്റില്ല, വായിക്കണം. വായിച്ചിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. വായിച്ചു. ഞാൻ കുറച്ചേരം വായിച്ചു. അടുത്തതെടുത്തു. കുറച്ചേരം എടുത്ത് വായിച്ചു. തിരിച്ചു വെച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ പുള്ളി കൂടെ വന്നു. എന്ത് റൂളെയാണ്, എഴുതി പോ എന്ന് പറഞ്ഞു. ഞാൻ എഴുതിയിട്ട് പോയി. എന്താണ് ഇപ്പം സംഭവിച്ചിപ്പോ ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. കാരണം പുള്ളി വളരെ ഓക്കെ ആയിരുന്നു. പുള്ളി
ഓരോ അതിർവരമ്പുകളും ലംഘിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ മനോരോഗം അതിർത്തി ലംഘിക്കുന്നു. വയലൻസിന്റെ ചില മനോരോഗം നമുക്ക് ചില സന്ദർഭങ്ങൾ ഉണ്ടാവായിരിക്കും. പക്ഷെ എനിക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊന്നും എനിക്ക് മനോരോഗം അതിർത്തി ലംഘിക്കുന്നതായിട്ട് തോന്നില്ല. കാരണം പുള്ളിക്ക് വളരെ കൃത്യമായ നിശ്ചയൊക്കെ ആ സമയത്ത് എനിക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പുള്ളി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ഞാനവിടെ ഇപ്പം പക്ഷെ അയാളെ എന്നെ ഇൻസൾട്ട് ചെയ്താണ് വിട്ടത്. ബേസിക്കലി താൻ എന്ത് പ്രശ്നമാണോ എന്നാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഇതൊക്കെ എനിക്ക് പിന്നീടാണ് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന മനോരോഗി ലംഘിക്കുന്ന അതിർത്തി അത് എന്ത് തരം അതിർത്തിയായിരിക്കും എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്, മനോരോഗി ഒരു കെയർ ആവശ്യപ്പെടുന്നു എന്നുള്ളത്. അതിർത്തി ലംഘിക്കുന്ന മനോരോഗി ആവശ്യപ്പെടുന്ന കെയർ എന്നുള്ളതാണ് ഈ രണ്ട് മറുപടി. പിന്നെ നിങ്ങൾ പറഞ്ഞത് തന്നെ ഉണ്ടല്ലോ, അയാൾ നമ്മളോട് വായിക്കാൻ ആവശ്യപ്പെടുന്നു. എനിക്ക് വായിക്കാൻ നേരത്തെ ഒന്നുമില്ല, വായിക്കാൻ നമുക്കുണ്ട് എന്നാ ഈ പറഞ്ഞ നമ്മുടെ ഒരു പിന്നെ മനോരമ കേട്ടില്ലല്ലോ, പലതരം മനോരമ അവസ്ഥകളുണ്ട്. അല്ലാതെ ഒരു അടിസ്ഥാന സംഗതി ഈ പറയാൻ ഒരു പമ്പറിലും ലംഘിക്കുന്ന അത് ബോധപൂർവ്വം. പക്ഷെ അതേ സമയത്ത് നമുക്ക് കാണുന്ന തെരുവിൽ കാണുന്ന പല മാനസിക അസ്വാസ്ഥ്യങ്ങളിലാണ് അവര് പിന്നെ പല കാര്യങ്ങളിലും ഈ പറഞ്ഞ നമ്മുടെ ഫുട്ബോളില് ന്യൂസിന് നടത്തുന്നുണ്ട്. ചില സമിതികളുണ്ട്, അല്ലാത്തവരുണ്ട്. ഇതിന് അവരുടെ ആളുകൾ ഞാൻ പറയല ഉദാഹരണത്തിനകത്ത് ഇത് വായിക്കാനൊന്നുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം വായിക്കാനില്ല. അത് വായിക്കാൻ ആവശ്യമായ ഒരു ഭാഷ നമുക്കില്ലാതുകൊണ്ടാണ് അത് വായിക്കാൻ പറ്റാതെ പോയത്. അയാൾ വളരെ സ്ഥലത്താണ് ഇതോടെ പറയാം. അത് കേരള പിന്നെ ആവശ്യപ്പെടുന്നു ഒരു ആ അർത്ഥത്തിലല്ല. കേരള ആവശ്യപ്പെടുന്നവരുണ്ടാവും, കേരള ആവശ്യപ്പെടാത്തവരുണ്ടാവും. കേരളം നമ്മളെങ്ങനെ ആവശ്യപ്പെട്ട് കൊടുക്കുന്ന മാത്രമല്ല, ആവശ്യമുള്ള ആളുകൾ ഏത് അവസ്ഥയിലാണെങ്കിലും. പിന്നെ അതിർത്തി ലംഘിക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾക്ക് കേരളയുടെ അനർഹനാണ് എന്ന് പറയേണ്ടതില്ല. അതിന്റെ റിസ്ക് അതിനകത്തുണ്ട്. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുന്ന അനുഭവി എന്റെ തോന്നുന്നത് നാട്ടിലെ ഇത് ഉണ്ണികൃഷ്ണൻ പേരുള്ള ഒരാള് ചെറുതാനാണ്. അപ്പൊ ആള് എന്താ സംഗതി വെച്ചാൽ മോശം പ്രശ്നങ്ങളാവും. അപ്പൊ നാട്ടുകാർ പുള്ളി കെട്ടി നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വരുമ്പോ ഇയാള് ഓക്കെയാണ്. പിന്നെ കുറെ നാളത്തേക്ക് സാധാരണ ജീവിത വ്യവഹാരങ്ങളായി നല്ല സ്നേഹങ്ങളാണ്. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നമില്ല. അങ്ങനെ വീണ്ടും ആശുപത്രി വരുന്നു. ഇങ്ങനെ നടന്നു കുറെ കഴിയുമ്പോൾ അയാൾ തിരിച്ചു വരണ്ടേ. എന്താ വെച്ചാൽ വീട്ടുകാരൻ പോയി ഞാൻ കൊണ്ടുവരുന്നില്ല. എപ്പോഴോ അയാൾ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ അത് മനുഷ്യനൊരു ചരിത്രമില്ലാതെ പ്രത്യക്ഷപ്പെടും. അപ്പൊ അതില് അയാളെ കെയർ ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉണ്ട് ശരിക്കും. അത് നമ്മള് പിന്നെ ഇവിടെ കെയർ എന്നുള്ള സംഗതി അത്ര അനായാസം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആളുകളെ ചത്തുകൊള്ളു, അത് സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും മനുഷ്യര് അത് അറിയിക്കുന്ന അവസ്ഥയിലാണെന്ന് കഴിയില്ല. അയാളുടെ തെരഞ്ഞെടുപ്പല്ലല്ലോ വേണ്ടത്. അപ്പോ എന്റെ ചോദ്യം പറയുന്നത് നമ്മുടെ കവിതകളില് ലോകം അത്യാവശ്യം ഡീൽ ചെയ്യപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. പാടൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ വായിച്ച കവിതകളില് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ കൺവിൻസിങ് ആക്കി, അല്ലെങ്കിൽ വളരെ കുഞ്ഞെ വായിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമുക്ക് പഠിക്കാനുള്ള മലയാള സിലബസിന് മറ്റുമായിട്ട് റെക്കമെൻഡ് ചെയ്തത് എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് 2 കവിതകൾ തോന്നിയിട്ടുള്ളത്. ഒന്ന് മനസ്വിനിയില്
സ്നേഹിച്ചവർ പറയുന്നുണ്ട്, രംഗം മാറി കാലം പോയി ഭംഗം വന്ന് ഭാഗ്യത്തിൽ പറഞ്ഞിട്ട് തന്റെ പ്രിയതമയുടെ ആ ഒരു രോഗാവസ്ഥയെ വർണ്ണിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ അയ്യപ്പ സാറിയാന്ന് തോന്നുന്നു, മാറാണത്തുണ്ടായിരുന്ന ഒരു ഭ്രാന്തനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കാലിന് മന്ദം തലയ്ക്ക് ഭ്രാന്ത് മന്ദം. ആ ആളോട് ചോദിച്ചപ്പോ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചപ്പോ ഭ്രാന്തന്റെ മറുപടി, കാരണം കാലിന് ഭ്രാന്ത് തലയ്ക്ക് മന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുഴപ്പമാവില്ല, അതുകൊണ്ട് ഇതാണ് നല്ലതെന്ന് പറയുന്ന രീതിയിലാണ് അപ്പൊ ഇത് പോകുന്നത്. ഇത്തരം രോഗാവസ്ഥ അല്ലെങ്കിൽ രസകരമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ശരിയോട് ചിന്തിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്ന കവിതകൾ എന്തൊക്കെയാണ് താങ്കൾ വായിച്ചിട്ടുണ്ട്? അവർ താങ്കൾ പ്രിയപ്പെട്ട കൃതികളോ കവിതകളോ അല്ലെങ്കിൽ രോഗാവസ്ഥയെ പറ്റി പറയുന്ന ചിരിയും ചിന്തയോ അല്ലെങ്കിൽ ചിന്തയ്ക്ക് കൊടുക്കുക പ്രാധാന്യം എന്തെങ്കിലും കൃതികളുണ്ടെങ്കിൽ പരാമർശിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പം ബേംറ്റിയുടെ ഒരു കഥയില്ല, പക്ഷെ മലയാളത്തില് എന്റെ ഒരു തോന്നല് എന്റെ പൊതുബോധങ്ങളുടെ ഒരു സംഗതിയാണ് മലയാളത്തില്. അപ്പൊ ഞാൻ ആദ്യം വായിച്ച സുഹൃത്ത് പറയുന്നൊരു കാര്യമുണ്ട്. മനോരോഗി എന്ന് പറയുന്ന ഒരാള് ശരിക്കും ആരാണ് പിന്നെ മനോരോഗിക്ക് വേണ്ടി സംസാരിക്കുന്നത്? മനോരോഗിയെ ആരാണ് എന്താണ് അവസ്ഥ എന്നുള്ളത് അയാളല്ലല്ലോ പറയുന്നത്. അതൊന്ന് പിന്നെ ചെയ്യുന്നത് പിന്നെ വൈദ്യശാസ്ത്രമാണ്. സൈക്കാട്രിയാണ് അയാളുടെ ഭാഷ. സൈക്കാട്രിയാണ് അയാൾ എന്താണെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അവിടെ ഈ പോപ്പുലർ സാധനങ്ങളാണ്, സിനിമ ഇതേപോലുള്ള വ്യവഹാരങ്ങൾ. അയാൾ പറയുന്ന ആളെടുക്കില്ല. ഒരു ക്യാൻസർ പേഷ്യന്റ് പറയുന്ന ആളുകൾ എടുക്കും, പക്ഷെ ഒരു പിന്നെ മനോരോഗി പറയുന്ന ആളുകൾ വലിയ സുഹൃത്ത് പറയുന്നത് ഞാനീ പറഞ്ഞ സുഹൃത്ത് പിന്നെ ബൈപ്പോളർ രോഗിയാണ്. അപ്പൊ അവൻ പറയുന്നത് ഈ പിന്നെ അനർഹത, അതായത് സ്വന്തം ഈ ഐഡന്റിറ്റി, നമ്മളിപ്പോ ഈ ഐഡന്റിറ്റി കുറിച്ച് കാര്യമില്ലല്ലോ. അപ്പൊ ഏത് ഐഡന്റിറ്റി ആളുകളാണ് അത് നമുക്ക് ഭയങ്കര ബഹുമാനം തരും. ഈ ട്രാൻസ് വ്യക്തി സംസാരിക്കുമ്പോൾ പറയുന്നത് നമ്മളത് കേൾക്കാൻ തയ്യാറാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു പിന്നെ മാനസികമായ തെറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരാള് അയാളെ കുറിച്ച് അല്ലെങ്കിൽ അയാളെ സൈക്യാട്രിക്കോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തയ്യാറല്ല. നമ്മുടെ എഴുത്തിനകത്ത് എനിക്ക് തോന്നുന്നത് വലിയ മാനസിക രോഗാവസ്ഥകളെ പിന്നെ പരിചരിക്കുന്ന തരം എഴുത്തുകൾ മലയാളത്തിൽ പഠനം കുറവാണ്. എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കവിതാ സമാഹാരം സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് രേഷ്മ എന്ന് പറഞ്ഞൊരു വളരെ യങ്ങായിട്ടുള്ളൊരു അവരുടെ ബോർഡർ ലൈനിൽ നിന്ന് പേരിൽ തന്നെയുള്ളൊരു കവിത പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എനിക്ക് കുറച്ചുകൂടെ ഞാൻ അധികം അങ്ങനെ കവിതകൾ വായിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷെ എനിക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാനുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് എന്ന് തോന്നുന്നത്. അപ്പം സാർ പറഞ്ഞ ഈ റീഡേഴ്സിന് കിട്ടുന്ന ഹീലിംഗ് എന്ന് പറയാം, എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളൊരു ഹീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരാളെ പ്രത്യേകത ഇത് എഴുതിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളെ ജഡ്ജ്മെന്റ് കൂടാതെ കേൾക്കാനുള്ള ഒരാള് എവിടെ ഉണ്ട്, നമ്മളെ കാണുന്നില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടെന്നുള്ള ഒരു സമാധാനമാണ് അതിന് കിട്ടുന്നത് ഹീലിംഗ്. അതാണ് എനിക്ക് അത് കിട്ടിയിട്ടുള്ളത്. എനിക്ക് നല്ലൊരു വർക്കായിട്ട് തോന്നിയിട്ടുള്ളത്. കെയർ ചെയ്യുക, ആർക്കാണ് കെയർ ചെയ്യാൻ പറ്റുക, അതിന് എക്സ്പെർട്ടീസ് ഉണ്ടാവുമോ, നോർമൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അങ്ങനെ കുറെ ആലോചിക്കുന്നുണ്ടെന്ന്. അപ്പൊ രണ്ട് ആളുകളെയാണോ, ഒന്ന് ഞാൻ ജയലൂർ PhD ചെയ്താണ്, ജയലൂർ രോഗി എന്ന് പറയുന്നൊരു കവിയുണ്ട്. പുള്ളിയെ കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോൾ പുള്ളി ഒരു നല്ല വയസ്സായ മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിയെ കാണുമ്പോഴൊക്കെ ക്യാമ്പസിൽ കൂടെ കവിത ചൊല്ലി, ഉച്ചത്തിൽ കവിത ചൊല്ലി ഇവിടെ ആരോഗ്യമോ ഒരു വലിയ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന അപ്പൊ പുള്ളിയെ കുറിച്ച് ആളുകൾ സീനിയേഴ്സ് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഏതോ കാലത്ത് ഇവിടെ വന്നു ഫാമിലി ഒരു ഉദ്ദേശിച്ചിട്ട് പുള്ളിക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഫാമിലി ഉദ്ദേശിച്ചിട്ട് ക്യാമ്പസിൽ പെട്ടുപോയി, പക്ഷെ ഇവിടെ ജീവിക്കുന്നു. അപ്പൊ പുള്ളിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ തണുപ്പാവുന്ന ഇന്റർപ്രോസറ്റ് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. ക്യാമ്പസ് മുഴുവനായി തന്നെ പുള്ളിയോട് ഒരു കൺസേൺ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് ഭയങ്കരമായ ഇഷ്യൂസ് കൂടുമ്പോൾ കുറച്ച് ഉച്ചത്തിലൊക്കെ ആളുകൾ നോക്കി പുള്ളി അവിടെ ഉണ്ട്, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. പുള്ളിയാണ് വെരി സ്മൂത്ത് ലൈഫ് തന്നെ. അവിടെ മരിച്ചു. ഞാനോടുള്ള പ്രശ്നം ഞങ്ങൾ എല്ലാവരും പുള്ളിയുടെ മാസം ബോഡിയൊക്കെ കൊണ്ടുവന്ന്
ഉത്തരവാദിത്വമൊക്കെ വിളിച്ച് വിളിച്ച് അങ്ങനെ വളരെ ഇതായിട്ട് നമ്മൾ ഓഫ് ചെയ്തു. ഇതാണ് ഒരു കാര്യം. രണ്ട്, ഞങ്ങളുടെ നാട്ടില് കുട്ടിക്കാലം പറയുന്നത് ഒരു ദളിത് സ്ത്രീയായിരുന്നു. ഞാൻ എന്റെ ഒരു ഇനിഷ്യൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ടീനേജിന് കുറച്ച് മെമ്പേർഡ് ആയ ഒരു സ്ത്രീയായിരുന്നു ആ സമയത്ത്. അവർ ഞങ്ങളുടെ വില്ലേജിന്റെ കോമൺ സ്പേസിൽ വന്നിട്ട് ഭയങ്കരമായി ചെയ്തിട്ടൊക്കെ ഉറക്കെ തെറിയിരിക്കുന്ന മെമ്മറിയാണ് എനിക്കുള്ളത്. അപ്പൊ നമ്മുടെ ആളുകളൊക്കെ അതുവഴി പോകാനും ഇന്റർവ്യൂ ചെയ്യില്ല. പക്ഷെ അത് ആ ഒരു വർക്ക് കഴിയുമ്പോൾ അവർ പിന്നെ അതൊക്കെ നടന്നു. ചിലപ്പോൾ വസ്ത്രത്തിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ ആരും ബോധമില്ല. ആരെങ്കിലും അവരോട് മിസ്ബിഹേവ് ചെയ്താൽ ആളുകൾ ഇടപെടും. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മിസ്ബിഹേവ് ചെയ്ത ആളുകൾ ഇടപെടും. വെളിയിൽ വല്ലുള്ള ആളാണെങ്കിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വില്ലേജിന് ആ ആളുടെ കെയർ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കും. കെയർ എന്ന് പറയുന്നത് ആ ആളുടെ ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ ആയിട്ട് കണ്ടുകൊണ്ട് ആ ഒരു ഇമ്മീഡിയറ്റ് യൂട്ടിമസിലുള്ള ആളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് കാണുന്നുണ്ട്. അതോ നമ്മളായിട്ട് ബിൽഡ് ചെയ്ത ഒരു സൊസൈറ്റി സോപ്പോൾ നോർമൽ നമ്മൾ ഉണ്ടാക്കിയതിനകത്ത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് ഇവരെ കണ്ടു. സൊസൈറ്റിയുടെ തന്നെ ഒരു ഉത്തരവാദിത്തമായി അത് കാണുന്നത് സീരിയസ് കൺസേൺ ഉണ്ട്. ഐ തിങ്ക് വി ഷുഡ് തിങ്ക് മോർ ആ കെയർ എന്നുള്ള അതിന്റെ ഇഷ്യൂ കൂടെ ഐ തിങ്ക് വി ഷുഡ് തിങ്ക് മോർ അബൌട്ട് ദാറ്റ് when it comes to mental health. ഞാൻ +2 ആണ് ക്ലാസ്സിലെ ഒരു പയ്യനുണ്ട്, കുറച്ച് പ്രശ്നമുണ്ട്. ആ ക്ലാസ്സിന് ഇവിടെ ഒരാളുണ്ട്, അവന് നിരന്തരം പേരും. ബാക്കി ആളുകൾക്ക് ഇതൊരു കളിയാണ്. ഇത് കുട്ടികളാണ്. ഇപ്പോഴും ഇത് നമ്മളെ കുറച്ച് ചിരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ബോധം എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ പറയുക അതൊക്കെ കുട്ടിയേക്കും ക്യാമ്പസ് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ഡിഫറെന്റ് മേ ബി സിവിയർ ഷിസോഫ്രീനിയ അങ്ങനെയുള്ള പേഷ്യന്റ്. ബട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100 ഒരു 60% നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആൾമോസ്റ്റ് എവ്രി വൺ ഇസ് ഹാവിങ് സം മെന്റൽ ഇഷ്യൂ ഉള്ള സമയത്താണ് നമ്മളായിരുന്നത് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരെയും അനലൈസ് എവ്രി വൺ വിൽ ഹാവ് സം മെന്റൽ ഇഷ്യൂസ് ആൻഡ് മെന്റൽ ബാഗേജ് ഇതാണ്. അപ്പോൾ എക്സ്ട്രീംസ് ഓഫ്കോഴ്സ് വി ക്യാൻ റെക്കഗ്നൈസ്. മറ്റെല്ലാവർക്കും സൊസൈറ്റിയിൽ ഓരോരുത്തരും ഓരോ വിധത്തിൽ അഫക്റ്റ് ആയി കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർമാരും മനുഷ്യർ തന്നെയാണ്. അപ്പോ രാവിലെ എണീക്കുന്നു, നമുക്ക് ഇന്ന് ഇൻഡിഫറെന്റ് ആയിട്ട് പോയി പെരുമാറി തിരിച്ചു വരാം എന്ന് പറഞ്ഞു പോകുന്നവരല്ല. ചിലപ്പോ ഏത് മെഡിക്കൽ കോളേജില് 100 പിള്ളേരെടുത്താലും കുറെ പിള്ളേര് തുറന്നു പറയും, സ്കൂളിൽ പഠിക്കാൻ നല്ലതായിരുന്നു, എനിക്ക് ഹിസ്റ്ററി ആയിരുന്നു വേണ്ടിയിരുന്നത്, എനിക്ക് മറ്റെന്തെങ്കിലും ആയിരുന്നു. പക്ഷേ പേരൻസ് നിർബന്ധിച്ചു, ടീച്ചർ പറഞ്ഞ് ഇത്രയും പഠിക്കാൻ കഴിവുണ്ടായിട്ട് മെഡിസിൻസ് പഠിക്കാത്തത് ഇതാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ വരുന്നു, ഫസ്റ്റ് റാങ്ക് വർഷങ്ങൾ മുഴുവൻ വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജുകളിൽ അനാറ്റമി കൊടുക്കുന്നു. പിന്നെ ഈ അനാറ്റമി ഡിസെക്ഷൻ റെക്കൺസൈൽ ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ ഒരു നമ്മൾ എന്തൊക്കെയോ മനസ്സിൽ മാറ്റി വെക്കണം. നമ്മുടെ മുമ്പിലുള്ള കടാവർ എന്ന് വിളിക്കുന്ന ശരീരങ്ങളുമായിട്ട് നമ്മൾ നേരിട്ട്, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഗ്ലൗ ഉപയോഗിക്കാൻ പാടില്ല തന്നെയാണ്. ഗ്ലൗ ഉപയോഗിച്ചാൽ അതൊരു ഗ്ലൗ വേണമെന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. പക്ഷെ നമ്മള് അത് നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ബഹുമാനിക്കേണ്ട വഴികളുണ്ട്. അത് ബഹുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ കൊന്നു പരിഗണിക്കും. പിന്നെ റാഗിങ് ഉണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ കൂടി നമ്മൾ എങ്ങനെയോ അങ്ങോട്ടെത്തും. മനോരോഗം ഡോക്ടർമാരില് പൊതുജനത്തിനുള്ള അതേ തോതിൽ ഈ പറയുന്ന ഡയഗ്നോസിസ് എല്ലാം അവിടെയും അതേപോലെയാണ്. ബൈപോളർ ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഡിപ്രഷൻ, സൂയിസൈഡ് റേറ്റ് പല പഠനങ്ങളിലും ഡോക്ടർമാരിൽ കൂടുതലാണ്. കാരണം ആക്സസ് ടു ഇതെല്ലാം. എവിടെയാണ് ഈ ഒരു ഇത് വരുന്നത് എന്നാണ് എൻ്റെ ഞാനിങ്ങനെ ചിന്തിക്കുക. വേർ ഡസ് ദിസ് ബിക്കം
മറ്റൊരു സ്പീഷീസിനെ പോലെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തള്ളി മാറ്റി തുടങ്ങുന്നത്? എവിടെയാണ് അത് തുടങ്ങുന്നത്? അങ്ങനെ ഒരു വ്യതിയാനം ശരിക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ തുടങ്ങുന്നു? ഇപ്പൊ നമ്മൾ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോകാം. അപ്പൊ എല്ലാവർക്കും അറിയാം ഡോക്ടറാണ്. പക്ഷെ ലോൺ എടുക്കാൻ പോകുമ്പോൾ എല്ലാ കടലാസും കൊണ്ട് ചെല്ലുമ്പോഴാണ് ഇത്രയേ ഉള്ളൂ. അതിന്റെ ആൾക്കാർ വിചാരിച്ചെന്താ, ഡോക്ടറല്ലേ ഇപ്പൊ അങ്ങോട്ട് അൺലിമിറ്റഡ് പൈസയാണെന്നായിരിക്കും ആൾക്കാരുടെ വിചാരം. നമുക്കും UGC സ്കെയിലിന്റെ ശമ്പളം തന്നെ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ആൾക്കാരുടെ പ്രതീക്ഷ എങ്ങനെയാണ്? ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം വിവാഹം കഴിച്ചത് പരാജയപ്പെട്ടു പോയി. അതിലൊരു വൺ വിഷയം ഇതായിരുന്നു, ചിലവിന് ആള് പ്രതീക്ഷിക്കുന്ന അത്രയും കൊടുക്കാനില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളെ കല്യാണം കഴിക്കുക. കാരണം അവർക്കറിയാം എന്ത് പ്രതീക്ഷിക്കാമെന്ന് അവർക്കറിയാം. മറ്റേതെന്താ, ഡോക്ടർ എന്ന് വെച്ചാൽ വേറൊരു സ്പീഷീസ് ആണ്. ഞാനാണെങ്കിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയല്ല. അതിൽ അക്കാഡമിക്കായിട്ടും ഒരു അക്കാഡമിക്കലി തന്നെ ഞാൻ പോകുന്ന വഴികൾ എല്ലാവരും സഞ്ചരിക്കുന്ന വഴികളാണ്. പിന്നെ സർക്കാർ ശമ്പളം തരുന്നുണ്ട്. സർക്കാരിന്റെയാണ് മെജോറിറ്റി വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്രാക്ടീസ് വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. എന്നാലും ആൾക്കാർക്ക് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണ്. അപ്പൊ ഇത് എവിടെ നിന്നുണ്ടാവും? ഇങ്ങനെ ഉണ്ടാകുന്ന ചിന്ത അത് ഞാനായിട്ട് എൻ്റെ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണോ? അതോ സമൂഹത്തിലെ ആൾക്കാർ എല്ലാവർക്കും മക്കളെ ഇന്ന് ഡോക്ടറാണ്? ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാൽ എവ്രി ഫാമിലി വാണ്ട്സ് ടു, വേണ്ടാത്ത കുട്ടികൾക്ക് വേണ്ടെങ്കിൽ തള്ളി പറഞ്ഞാൽ. എൻ്റെ ഒരു കൊളീഗ്, ഒരു കുടുംബം മുഴുവൻ ഡോക്ടർമാര്, അതിലൊരു കുട്ടിക്ക് എപ്പിലെപ്സി വന്നു. അതോടെ ഇപ്പൊ ആ കൊളീഗ് ആള് വളരെ ഹാപ്പിയായിരുന്നു. കാരണം എപ്പിലെപ്സി ഡയഗ്നോസ് ചെയ്ത സ്കൂളിൽ പഠിക്കുമ്പോഴാണ് 8ാം ക്ലാസ് 9ാം ക്ലാസ്. അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞു, ആ വയ്യാത്ത കുട്ടിയല്ലേ, അവൻ ഇഷ്ടമുള്ളത് പഠിച്ചു, അവൻ കോളടിച്ചു, അവൻ ഇഷ്ടമുള്ളത് പഠിക്കാൻ പോകാൻ. BA ഹിസ്റ്ററി കഴിഞ്ഞു, MA ഹിസ്റ്ററി കഴിഞ്ഞു, ഇപ്പൊ എവിടെയോ PhD പഠിക്കുന്ന ഇഷ്ടമുള്ള ഫീൽഡ് താഴ്ത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് എപ്പിലെപ്സി വന്നില്ലായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ 5 കൊല്ലം കഴിഞ്ഞ് PG എൻട്രൻസിന് വേണ്ടി ഉറപ്പുള്ള ചെയ്യുന്ന പഠിക്കുകയും. അപ്പം എനിക്ക് ഈ ഒരു രണ്ട് ഇതും കൂടെ കാണുമ്പോൾ ചിന്തിക്കുക, എവിടെയാണ് ഈ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ പരിധികളായി തോന്നുന്നത് ഇന്നും എന്താ പറയാ ശാസ്ത്രീയ ഭാഗത്താണ്. ഉദാഹരണത്തിനിപ്പം സ്ത്രീകള് പുരുഷന്മാരെ ഇതൊന്നും ഈ കൊടുക്കുന്ന മെഡിസിന്റെ വലിയ വ്യത്യാസത്തില്ല. ഇവരുടെ തോന്നൽ പിന്നെ മാനസിക രോഗത്തിന്റെ സംഗതിയാണ്. ഇത് ഏതാണ്ട് 2 സ്പീഷീസ് പോലെയൊക്കെയാണ്. അത്രയും നമ്മള് പിന്നെ വ്യാഴത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു സ്പേസ് ഷട്ടിൽ ഇറക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഏരിയയിലൊക്കെ അത് വേണ്ടത്ര നമുക്ക് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കര ദുർബലമായ ഒരു ശാഖയായിട്ടാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് ഒരുപക്ഷെ ഈ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഗതി ആയതുകൊണ്ടാവാം. പക്ഷെ അതുകൊണ്ടായിരിക്കും അത്രക്ക് ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ. അതേസമയം ഭയങ്കരമായ ഭീകരമായ അവസ്ഥകളിൽ അല്ലാതെ വേറെ വഴിയില്ല. ഞാനീ പിന്നെ മൗലികവാദം പറയുന്ന ആളല്ല. അതേസമയത്ത് പിന്നെ ഇത് മറ്റു സാധ്യതകളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ പിന്നെ 6 മാസം മാത്രം സാധ്യത പറഞ്ഞ ഒരാൾ ട്രീറ്റ്മെന്റ് ആണോ ഇനി അതിന്റെ പാസ്പോർട്ട് കിട്ടണം, എന്തായാലും ആള് കഷ്ടപ്പെട്ടു ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കും. അപ്പോ ഈ യുക്തിവാദി രവിചന്ദ്രന്റെ അനുകൂലിയായ ഒരാളെ പറഞ്ഞു, അത് നിങ്ങളെ സബ്ജക്റ്റിൽ കാണിക്കണം എന്നാലേ പറയാൻ പറ്റും. സബ്ജക്റ്റിൽ കാണിച്ചപ്പോ അയാളുടെ കാഴ്ചപ്പാടിൽ ഇത് ഇയാള് രക്ഷപ്പെടില്ല ഈ അവസ്ഥയിൽ. പക്ഷെ രക്ഷപ്പെട്ട ആള് ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾക്ക് ബിരിയാണി കഴിക്കാം, അയാൾക്ക് സിനിമക്ക് പോവാം. പക്ഷെ ശാസ്ത്രീയമായി അയാൾ ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഈ പിന്നെ ഈ ആയുർവേദത്തിലേക്ക് ഈ മുകളിൽ കാണാനൊക്കെ പറഞ്ഞ സംഗതിക്കുണ്ടല്ലോ. അപ്പൊ ബഷീർ പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ ഈ മാനസിക പ്രഭാവത്തിലെ ചില അവസ്ഥകളിലൊക്കെ എടുക്കുന്ന ഗുളികകൾ പിന്നെ ആ ചികിത്സാ രീതികളൊക്കെ ശരിക്കും നോക്കാവുന്നതാണെന്ന് തോന്നുന്നു. ചില സംഗതികളിൽ ഹോമിയോപ്പതിയിൽ ചില ട്രീറ്റ്മെന്റ് പറയും
അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പം പിന്നെ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പൊതുസമൂഹത്തിനുള്ള ഒരു ജാഗ്രത ഇല്ല. ക്യാൻസർ പ്രോബ്ലം അതേപോലെയുള്ള ശാരീരിക രോഗാവസ്ഥ ആ ഒരു ജാഗ്രത പിന്നെ കാണാൻ നമ്മുടെ ഈ പിന്നെ എന്താ പറയാ ശാസ്ത്ര സ്വഭാവമുള്ള ആനുകാലികളോ മാസികകളോ ഞാൻ എവിടെയും ശരിക്കപ്പോഴും അങ്ങനെ ഒരു വലിയൊരു ചർച്ചയായി വരുന്നത് കാണുന്നില്ല. പിന്നെ പറഞ്ഞു പിന്നെ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ഇതിലും ഈ അവസ്ഥകൾ. എന്റെ ഇപ്പം സൈക്കാട്രി പോസ്റ്റിംഗിലെ ആദ്യത്തെ ദിവസം 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കുമ്പോ ഇതിപ്പോ എനിക്ക് ചെയ്തു വരുന്നത് എന്റെ ബ്രെയിനിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുന്നത് കൊണ്ടാണ്. ആ ചിരിയിലോ അതുവരെ ഉണ്ടായിരുന്ന വികാരങ്ങളൊക്കെ ഒരു ടെക്സ്റ്റിൽ എഴുതപ്പെട്ട ഒരു തിയറിയായി. അപ്പോ ചിരിച്ചു തുടങ്ങിയിട്ട് ഇങ്ങനെ കാരണം ഇത് പഠിച്ചെടുക്കുക 4 ദിവസം നല്ല തളർത്തുള്ള ക്ലാസ് ആയിരുന്നു. പക്ഷെ ഒരാഴ്ച കൊണ്ട് നമ്മളതൊക്കെ ആ ഒരു തിയറിയുടെ ഇഫക്റ്റ് ഒക്കെ മാറ്റി തമാശ പറയാനും ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങി. പിന്നെ മറ്റൊരു ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു എല്ലാവരെയും എനിക്ക് പിങ്ക് ഫ്ലോയിഡിന്റെ വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ ഒരു പാട്ടാണ് എനിക്ക് അതാ ഓർമ്മ. എല്ലാവരെയും ഇങ്ങനെ ഒരുപോലെ എന്താണ് ഈ കൺവെയർ ബെൽറ്റ് സിസ്റ്റം പോലെ കാണുന്ന രീതിയിൽ ഒരു യൂണിഫോമിറ്റി ഈ ശാസ്ത്രം എന്ന് വിളിക്കാൻ ഇതിൽ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ശരിക്കും ചോദിക്കേണ്ടതാണ്. പിന്നെ പക്ഷെ ഞാൻ തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഈ സിനിമ കണ്ടിട്ടുള്ള ഇലക്ട്രോ കൺവേഴ്സിംഗ് തെറാപ്പി ഷോർട്ട് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പം പോസ്റ്റിങ്ങിന്റെ സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഷോർട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഉടനെ എല്ലാം കൂടെ ഓടി അല്ലെങ്കിൽ 8:30 ചെല്ലും 8 മണിക്ക് തെളിയും. അന്ന് ഷോർട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി 8:15 ഓടിക്കും കഴിയും. അപ്പൊ അത് അനസ്തീസി കൊടുത്ത് വളരെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ അല്ല. അത് ഭയങ്കര ഒരു എന്താണ് ഒന്നുമില്ല സത്യത്തില്. ഭയങ്കര ഒരു വലിയൊരു വയലന്റ് സാധനമായിട്ടൊന്നും തോന്നില്ല. എന്നാ I realize that medicine can be violent in many forms. പക്ഷെ നമ്മള് ചില സമയത്ത് വെച്ച് മനസ്സിൽ കാണുന്നതും അവിടെ നടക്കുന്നതും sometimes it is different also. എനിക്ക് 2 വർഷം ഞാൻ ഇങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എന്നെ പറഞ്ഞതാണ് ഒരു വശത്ത് ശരിയാണ്, നമ്മൾ എല്ലാവരോടും ഒരുപോലെ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മളൊരു ഡയഗ്നോസിസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബേൺഔട്ട് ഒരു 20 കൊല്ലം മുമ്പ് ബേൺഔട്ട് ഒരു ഡയഗ്നോസിസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ബേൺഔട്ട് ഒരു കാരണം അത് ICD ക്ലാസിഫിക്കർ നമ്മുടെ കോഡിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ കോഡിംഗ് സിസ്റ്റത്തിനകത്ത് ഒരു കാറ്റഗറി ആയതോടെ ഡോക്ടർമാര് ബേൺഔട്ട് ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങി. അതിന് സപ്പോസ് ബേൺഔട്ട് ഒരു സംഭവമാണെന്നിരിക്കുന്നത്, അതിന് മുമ്പ് എന്താ ബേൺഔട്ട് ഇല്ലായിരുന്നു. ഇത് ഈ സിസ്റ്റത്തിൽ വന്നതിന് ശേഷമാണോ ഇതൊരു രോഗമായി എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതിന് ചികിത്സ ആവശ്യമുണ്ടോ? ചിലപ്പോൾ ആവശ്യമുണ്ടാവും, പക്ഷെ അത് മരുന്നിന്റെ രൂപത്തിലാണ് എന്നുള്ളത്. അത് ചികിത്സ എന്ന് തന്നെ വിളിക്കണം. നമ്മുടെ ഒരു ലൈഫിൽ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ഒരു ദിവസം നമ്മുടെ മുറിയിലെ അടുക്കുക എല്ലാം മാറ്റി വെച്ചിട്ടുള്ള പോലെ ലൈഫിൽ റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നു. ഷുഡ് ഇറ്റ് ബി കൺസിഡേർഡ് ആസ് എ തെറാപ്പി ഓർ ജസ്റ്റ് മൂവിങ് അഹെഡ്? നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം മൈൻഡിനെ കുറിച്ചും ബ്രെയിനിനെ കുറിച്ചും പറയാം. മൈൻഡ് ഇസ് ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം ഒരു മാനസിക രോഗമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരുടെ അറിയില്ല ബ്രെയിനിന്റെ പ്രശ്നം, മൈൻഡിന്റെ പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പക്ഷെ നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് ആക്ച്വലി ഫാക്കൾട്ടിന്റെ ഇടയ്ക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടോ? നമ്മളിത് പഠിക്കുകയും ഇതൊരു സ്റ്റീരിയോടൈപ്പ് ചെയ്യേണ്ട കാര്യമല്ല എന്ന് ക്ലാസ്സിൽ എടുക്കുകയും കുട്ടികളോട് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്പേസിനകത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അതോ ഫാക്കൾട്ടി ആകുമ്പോൾ അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ള തരത്തിലേക്ക് ഡോക്ടർമാർ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടോ? അത്തരത്തിൽ മെന്റൽ ഇൽനെസ്സിനെ കാണാനായിട്ടുള്ളത് എനിക്ക് ഭയങ്കര സംശയത്തിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഈവൻ സ്റ്റുഡൻസിന്റെ കാര്യത്തല്ല, എത്ര സ്റ്റുഡൻസിന് ആക്ച്വലി അവർ ടീച്ചേഴ്സിന്റെ അടുത്ത് വന്നിട്ട്
എനിക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ പറ്റുന്നവരും. ഞാൻ CVMന്റെ ഒരു ക്ലാസ് മുമ്പ് ഇടയ്ക്ക് CVMന്റെ അപ്ഡേഷൻ വേണം. അപ്പൊ അതിനകത്തുള്ള ക്ലാസ്സിൽ കുട്ടികൾ നേരിടുന്ന ഇഷ്യൂസ്, ക്യാമ്പസിനകത്ത് കുട്ടികൾ നേരിടുന്ന ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഗ്രീവിയൻ റിഡ്രസൽ സെൽ വേണമെന്നാണ് PHS പറയുന്നത്. അങ്ങനെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സെൽ എത്ര മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്? അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ അതിന്റെ ഇതിനെക്കുറിച്ച് ഓരോരോ പറയുന്നത് നമ്മളുടെ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്തത്? അപ്പൊ നമ്മുടെ അടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എല്ലാ ഡോക്ടേഴ്സും അല്ല, പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു സംഭവം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഏബിളിസം പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു സംഭവം ഡോക്ടേഴ്സിന്റെ ഇടയിൽ വളരെ കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ആ ഒരു നോർമൽ എന്ന് വിളിക്കുന്നതിനെ ഡോക്ടർമാര് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ അതിനെ ഭയങ്കര റിജിഡായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇതിന് നമ്മള് വലിയ വലിയ ഡിസ്കഷൻസിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇടയ്ക്കുള്ള ചായയുടെ ഇടയ്ക്കുള്ള സംസാരത്തിനകത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയ സ്റ്റുഡൻറ് ഗ്രൂപ്പേ വരാറുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഞങ്ങള് തുടങ്ങുമ്പോൾ തന്നെ പറയും, നമ്മള് ഒരു സേഫ് സ്പേസ് ആണിത്. മാനസികമായിട്ടുള്ള ചിന്തകൾ വെക്കണം എന്ന് തോന്നിയാൽ പങ്കുവെക്കാനും. നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ എവിടുന്നാണ് വരുന്നത്, അവരുടെ വിവിധ കാഴ്ചപ്പാടുകൾ, ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം നമ്മളെ കൊണ്ട് ആവാവുന്ന പോലെ നല്ല ചപ്പാത്തി കിട്ടുന്നില്ല എന്നായിരിക്കാം ഒരാളുടെ പ്രശ്നം, ചപ്പാത്തി എന്താണ് കിട്ടുന്നില്ല എന്ന് പറയും. മറ്റൊരാളുടെ പ്രശ്നം വളരെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. വേറെ ചിലര് റിലേഷൻഷിപ്പ് ഫെയിലിയർ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ആൾക്കാരുടെ സേഫ് പ്ലേസ് ഫോർ മെൻ, വിമൻ, അതുപോലെ ട്രാൻസ് പേഴ്സൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു സേഫ് സ്പേസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. അത് എഫേർട്ട് ഇട്ടാണ് അവിടെ എത്തുന്നത്. ഇനി ഇവരിപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇവര് വന്നാൽ അവരുടെ കാര്യങ്ങളൊന്നാണ്. ഇപ്പൊ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു 1 minute മണിക്ക് പുസ്തകം വായിച്ചത്, ഇവർക്ക് അത് ഒരു മിനിറ്റേ ഉള്ളൂ. അവര് വന്ന് നമ്മുടെ പുറകിൽ അവരുടെ വിഷമം നമ്മുടെ തലയിൽ, അവരുടെ കുരങ്ങിന് നമ്മുടെ തലയിലോട്ട് വെച്ചിട്ട് പോകും. എന്നിട്ട് പലരും പറയും ഇനി ഇതുപോലെ കേൾക്കാം. കാരണം കുട്ടികൾ വന്നവരുടെ കേൾക്കേണ്ട അവസാനം നമുക്ക് എന്തൊക്കെയോ ഭയങ്കര കഥകളാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. പക്ഷെ മനുഷ്യരുടെ കഥകളാണ് ഇതെല്ലാം. ഇപ്പൊ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്, പക്ഷെ അവിടെ ഞാൻ അംഗീകരിക്കുന്നു. മെഡിക്കൽ കോളേജില് ഇതിനകത്ത് നമുക്ക് എന്താണ് യൂണിഫോമിറ്റിക്കുള്ള ഒരു മനുഷ്യൻ എന്നുള്ളതിന്റെ ആ ഒരു റേഞ്ച് നമ്മൾ തിരിച്ചറിയപ്പെടുന്നില്ല എന്ന്, നമുക്ക് വേണ്ടത് ആ ഒരു 120/80 BMI നോർമൽ എന്ന് പറയുന്നത് പോലെ മെന്റൽ ഹെൽത്തിലേക്ക് നമ്മൾ അതേ കൺസെപ്റ്റ് അല്ലേ ഇടുന്നത്. ഈ മറ്റേ എന്താണ് ഡിപ്രഷൻ എന്നുള്ള കൺസെപ്റ്റ് ഓഫ് ഈ ശരീരത്തെ തന്നെ നോർമൽ എന്നുള്ളത് ചോദ്യം ചെയ്യുന്നിടത്ത് മനസ്സ് എന്നുള്ള ഇൻടാഞ്ചിബിൾ ആയത് എത്രയോ കൂടുതൽ ആ ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. നമ്മൾ നോട്ട് ടേണിംഗ് ദ മിറർ അവർസെൽഫ്. ഈയിടെ ഈ നീറ്റിന്റെ വലിയ കോൺട്രവേഴ്സി വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ ലേഖനം എഴുതിയിരുന്നു. ഞാനത് പറഞ്ഞത് മാറ്റങ്ങൾ വരാനുള്ള സമയമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ മെഡിക്കൽ പ്രാക്ടീസിന്റെ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പോയി എനിക്ക് തോന്നുന്നത് ഒരു ഒബ്ജക്റ്റീവ് ഒരു തരത്തിൽ ഈ മെഡിസിനെ കുറച്ചുകൂടി ഹ്യൂമനൈസ് ചെയ്യണം. ഏരിയക്കോളിന്റെ ഒരു നോവലുണ്ട് സിൻചഡൽസ്. ഈ മെഡിസിൻ ഒരു കോട്ടെ ഉള്ളിൽ നടക്കുന്നു, പക്ഷേ മെഡിക്കൽ കോളേജും അങ്ങനെയാണ്. അതിനെ കുറച്ചുകൂടി ഹ്യൂമനൈസ് ചെയ്യാനുള്ള ശ്രമമായിട്ട് അവർക്ക് ഈ തമ്മിലുള്ള ഇന്റർഫേസിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഉദാഹരണത്തിന് ഇപ്പൊ പല വിദേശ രാജ്യങ്ങളിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഹ്യൂമാനിറ്റീസ് അവിടെ വിഷയമാണ്. മെഡിക്കൽ കോളേജുകളിൽ പോയിട്രിയും നോവലും സാഹിത്യവും ലാംഗ്വേജും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചൈനീസിലൊക്കെ ആണെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജിൽ എല്ലാ മെഡിസിനും അവിടെ കോഎക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈ
മോഡേൺ മെഡിസിന്റെ ഈ ഒരു കോട്ട എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഇപ്പം എന്റെ രോഗം ഇവിടെ തൊട്ടടുത്ത് ഹോമിയോ കോളേജ് ഉണ്ട്, ക്യാൻസർ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഒരു വാർഡ് തന്നെ ഉണ്ട് നല്ല രോഗികളൊക്കെ. ഞങ്ങളുടെ പലപ്പോഴും മെഡിസിൻ കഴിക്കാൻ പോകുമ്പോൾ കാണാറുണ്ട്. അവർക്ക് വളരെ സ്വതന്ത്രമായിട്ട് യൂണിഫോം ഉണ്ടെന്നേ ഉള്ളൂ, വിശാലമായിട്ട് അവർ നടക്കുന്നുണ്ട്. 1-2 വാച്ചന്മാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുള്ളൂ. പക്ഷെ ഒരു സൈക്യാട്രിക് രോഗം കുതിരവട്ടം എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഭീകരത ഹോമിയോ കോളേജിന്റെ വാർഡിലില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ഹോമിയോ കോളേജ് ഹോമിയോയെ ക്ലാസിക്കുകയാണ്, അതൊരു ശാസ്ത്രീയമല്ലെന്നൊക്കെ പറഞ്ഞ തളികളായിരുന്നു. ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ പലതരത്തിലുള്ള ഇൻടോളറൻസ് ആണ്, അതിലാണ് ഈ മോഡേൺ മെഡിസിൻ വളരുന്നത്, അതൊരു ത്രൈവ് ചെയ്യുന്നത്. അപ്പൊ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഹ്യൂമനൈസ് ഇങ്ങനെയുള്ള ഡയലോഗ് ഉദാഹരണത്തിന് കുറച്ച് ഡോക്ടർമാരൊക്കെ കൂടെ വന്നതിന്റെ സത്യത്തെ അത്ഭുതമാണ്. കാരണം ഇങ്ങനെയുള്ള ചർച്ചയിലൊക്കെ വരാനോ പങ്കെടുക്കാനോ ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ദൈവമായിരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞത് ശരിയാണ്. ഇവിടെ വെച്ച് അങ്ങനെ തുടങ്ങുന്നു പറഞ്ഞ് 12ാം ക്ലാസ്സിൽ എഴുതി പോകുന്ന സ്റ്റുഡന്റ് ആണെന്ന് നോക്കണം ഡോക്ടറായി വരുന്നത്. അവർ നമ്മുടെ ഇവിടെ തന്നെ പോകുന്നവരാണ്. നമ്മളിവിടെ പോയി പഠിക്കുന്ന സാധാരണ വീട്ടിലെ സാധാരണ മനുഷ്യരാണ് ഡോക്ടറായിരുന്നത്. ഈ ഡോക്ടറായി മാറുന്ന ആ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു കോട്ടയ്ക്കുള്ളിൽ ഒരു പ്രത്യേക ട്രെയിനിങ് മറ്റു ആശുപത്രിയില്ലാതെ അടച്ചിട്ട കോട്ടയ്ക്കുള്ളിൽ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് വിശദമായി പല നോവൽ വരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു റിഫോം ഇവിടെ അന്യമുള്ള അല്ലെങ്കിൽ നമുക്ക് സെൻട്രലി ഒരു കമ്മീഷനൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ച് ബോധമായിട്ട് ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോ നീറ്റൊക്കെ എഴുതുന്ന പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നു. അതിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പം എപ്പിലെപ്സി ഉണ്ടാകുന്ന ഒരു അനുഗ്രഹമായി മാറി. ഡോക്ടറാണല്ലോ എന്നുള്ള പ്രശ്നം. ഈ ഡോക്ടറായുള്ള ആപ്റ്റിറ്റ്യൂഡ് എത്ര അതിനുള്ള പാഷൻ ബ്രില്യൻസ് മാത്രം, ഇന്റലക്ച്വൽ അനലിറ്റിക്കൽ ബ്രില്യൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളെ നല്ല ശതമാനം പേര് ഡോക്ടറായിരുന്നത്. കാണാതെ പഠിക്കാൻ കഴിയുള്ളൂ, അല്ലെ അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ, കുറച്ച് ബ്രില്യൻസ്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നല്ല ബ്രെയിനെ കുറിച്ച് അറിയാനുള്ളൂ. പക്ഷെ മറ്റുള്ള യാതൊരു തരത്തിലുള്ള ഇമോഷണൽ വേറെ എന്താ പറയാ അതിനുള്ള ശരിക്കും ഒരു ഡോക്ടറിന്റെ പ്രൊഫഷൻ ആവശ്യപ്പെടുന്ന മറ്റു പല സ്കില്ലും ഇല്ലാത്ത ആൾക്കാരാണ് ഡോക്ടറായി മാറുന്നത്. അപ്പോഴാണ് വിനി പറഞ്ഞതുപോലെയുള്ള ഡോക്ടർ രോഗി കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ രോഗിയൊക്കെ എന്താ ഡോക്ടർ മനസ്സിലാകുന്നില്ല. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോലും കാണുന്ന എക്സ്റേ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ അറിയാം ഡോക്ടറെ പ്രാക്ടീസ് എല്ലാ ചില ഫാക്ട്സ് മാത്രം മതി. ഇപ്പൊ നമ്മള് രോഗിയെ തുടച്ചു പോലും കാലിൽ പഠിക്കുക എന്നാൽ കാലിന്റെ അവിടെ തൊട്ട് നോക്കുന്നു, എക്സ്റേ എടുത്തോളൂ കാണുക എന്ന് പറഞ്ഞു. എക്സ്റേ വേണമെന്ന് പോലും തൊട്ട് നോക്കാനുള്ള ടോളറൻസ് അതിനെ പറ്റി എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ചില അവസരത്തിലേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാര് പിള്ളേരെ ഞാൻ കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില കോമൺ കോഴ്സുകളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ വളരെ കൗതുകത്തോടെ അവർ ദൂരം മാറിയുന്ന നോക്കുകയല്ലാതെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ടുള്ള ഞാൻ പലപ്പോഴും കാണാൻ ഡോക്ടർ ഇപ്പം വരുന്ന പുതിയ തലമുറയിലേക്ക്. അപ്പം രോഗിയെ തുടങ്ങണമെന്നോ ഇന്നലെ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ചിരിക്കുക അല്ലെങ്കിൽ ചോദിക്കുക, അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്തവർ കാടന്മാരായിട്ട് അതെങ്ങനെ തുടങ്ങുന്ന ചോദിച്ചാൽ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഒരു സാംസ്കാരികമാണ്. ഞങ്ങളുടെയൊക്കെ ഒരു ശ്രമം എനിക്ക് നമ്മളിങ്ങനെ സംഗതി വരുന്നതിന് തന്നെ ഉദ്ദേശം തന്നെ എനിക്ക് ഹ്യൂമനൈസ് ദ മെഡിസിൻ എനിക്ക് ചോദിക്കുന്നതായിട്ടൊന്നുമില്ല. എനിക്ക് 2 ഫ്രണ്ട്സ് ഒരാള് സൈക്ലോതെറമിയാണല്ലോ മറ്റുള്ളതാണ്. ഒരു ബൈപോളർ ആണ്, അത് ഒരു ബൈപോളർ ടൈപ്പ് ഇൽനെസ് ആണ്. സോ ഈ വ്യക്തി ഈസ് വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് പീപ്പിൾ ആയിരുന്നു. വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ക്ലാസ്സിൽ മാസ്റ്റേഴ്സ് കോഴ്സിൽ എപ്പോഴും റാങ്ക് വരുമ്പോഴത്തേക്കും ഈ സ്കോർസ് വെരി ലോ. അപ്പം ഒരുപാട് ഒരു കുട്ടിയില്ലാത്ത ആൾക്കാർ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്കും കിട്ടുന്നു. പക്ഷെ ഈ മാർക്കുകളുണ്ട്. എന്താന്ന് വെച്ചാൽ ഡെഡ് ലൈൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ വരുവാണെങ്കിൽ ബേസ്ഡ് ഓൺ ഡെഡ് ലൈൻസ് റിട്ടൺ എക്സാം. അപ്പം ആ ഒരു സിസ്റ്റം ഇസ് നോട്ട് അമിനബിൾ ടു എ പേഴ്സൺ ലൈക്ക് ഹിം. ചില സമയം ഹീസ് വെരി ഹൈപ്പർ ആക്റ്റീവ്, ഒരുപാട് എനർജി ഉണ്ട് ആ സമയത്ത് അവൻ പഠിക്കുന്നു. പക്ഷെ for 4-5 days he's on his bed, he can't even get up to get his own food. ആ ഒരു ലെവൽ ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അവൻ നമ്മുടെ സൊസൈറ്റി ഒരു ഫിസിക്കൽ ഇൽനെസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് വിസിബിൾ. പക്ഷെ മെന്റൽ ഇൽനെസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റി ഒരാൾക്ക് വാല്യൂ കൊടുക്കുന്ന പ്രൊഡക്ടിവിറ്റി വെച്ചുകൊണ്ടല്ലേ, എത്രമാത്രം മാർക്ക് കിട്ടുന്നു, എന്ത് ജോലി കിട്ടുന്നു, ആ ഒരു
പ്രൊഡക്റ്റീവ് ലൈഫ് അല്ലെങ്കിൽ ഇറ്റ്സ് എ യൂസ്ലെസ് ലൈഫ് ടു മെനി പീപ്പിൾ ആവുന്നത്. അപ്പൊ അവൻ പറയായിരുന്നു ഒരു കോർപ്പറേറ്റ് ജോലി കിട്ടില്ല ബിക്കോസ് ഹി കാൺട്ട് ഗോ ബൈ ദ 9 to 5 ലൈഫ് സ്റ്റൈൽ. PhD അവന് ചെയ്യണം ആകെ കേറി, പക്ഷേ ഹീസ് കൺസിഡറിങ് ഡ്രോപ്പിംഗ് ഔട്ട് ബിക്കോസ് ഹി കാൺട്ട് കോപ്പ് അപ്പ് വിത്ത് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഓഫ് ഹിം. അപ്പം he was considering also because ഒട്ടും പറ്റുന്നില്ല. He doesn't know what else to do because ഈ പ്രൊഡക്ടിവിറ്റി എന്നുള്ള സംഭവം ഇപ്പൊ കോളേജിലെ കൗൺസിലിംഗ് കാണിക്കണം. സാറ് പറഞ്ഞതുപോലെ ഡെമോൺസ്ട്രേറ്റീവ് ആക്ട് ഓഫ് കെയർ ആണ്. അവർക്ക് അറ്റൻഡൻസ് വേണം, 75% അറ്റൻഡൻസ് എൻഷുർ ചെയ്യുക. ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. തെറപ്പി നോക്കുകയാണെങ്കിൽ ഒരു തെറപ്പിസ്റ്റിന് 2000 രൂപയാണ് ഒരു സെഷൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻഹാൻസ് പോലത്തെ സ്ഥലത്ത് പോകണം, വിച്ച് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് വെയിറ്റ്ലെസ് റൈറ്റ്. അപ്പോൾ ഫൈനാൻഷ്യലിയും ആക്സസിബിൾ അല്ല, നിൽക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ എൻവയൺമെന്റും ആക്സസിബിൾ അല്ല. അങ്ങനെ ആകുമ്പോൾ വാട്ട് ഡസ് ലൈഫ് എമൗണ്ട് അപ്പ് ചോദിക്കുന്നുണ്ട്. റിസർച്ചിന്റെ ഇതിനകത്ത് നമ്മള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് വന്ന എംപിറിക്കൽ ഡേറ്റ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരുപാട് പേര് ഡിപ്രഷൻ, അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ചെന്ന് പറയുന്നത് ശരിയില്ല. ചിലപ്പോൾ ചെറിയൊരു ഡോസ് ആന്റി ഡിപ്രസന്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് 6 മാസം കഴിയുമ്പോഴാണ് രാവിലെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതുണ്ട്. സർട്ടൻ സിറ്റുവേഷൻസിൽ നമ്മുടെ ഇതിനകത്ത് വളരെയധികം ബെനിഫിറ്റ് കണ്ട് അത് കൺവിൻസ്ഡ് ആയിട്ട് നമുക്ക് ഇതാണ്. അറ്റ് ദ സെയിം ടൈം ഈ തീരെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തതും ഇവിടെ സൈക്കാട്രി എന്ന് പറയുന്നത് ശരി ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞ ക്ലോസ്ലി റിലേറ്റഡ് ഡിസിപ്ലിൻ. പിന്നെ ഇൻഹാൻസ് തന്നെ പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് ഈ എന്താണ് അവരുദ്ദേശിക്കുന്നത് മെന്റൽ ഹെൽത്ത് കെയർ കൊടുക്കാനുള്ള ആളുകൾ ഡോക്ടർമാർ മാത്രമല്ല എല്ലാവരും കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ അവിടെ അൾട്ടിമേറ്റ്ലി ഉള്ള പ്രശ്നം ഇതായിരിക്കാം. എല്ലാം ഒരു രോഗം നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ജീനിയസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാഡ്നസ് ആണ്. ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആയാലും ലിറ്റററി ആയിട്ടുള്ള ഫിഗേഴ്സ് ആയാലും എല്ലാവരും ആയിട്ട് തന്നെയാണ് പലരും കൺസിഡർ ചെയ്യുന്നത്. എനിക്ക് അറിയില്ല, ഇങ്ങനെ ഒരു സൈഡ് ഇതാണ്. എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് തന്നെ ഞാനൊരു സൈക്കാട്രിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് നോക്കുമ്പോൾ 1000 രൂപ കൊടുത്ത് 15 മിനിറ്റ് താഴെ ഉള്ളത്. ആൻഡ് ഐ നോ ദാറ്റ് ഇസ് നോട്ട്. അവിടെ ഡോക്ടർ മുഖത്ത് നോക്കിയില്ല, ഇത് 4 മരുന്ന് എഴുതി കൊടുക്കും. എന്തിനാണ് ഈ 4 മരുന്ന്? പിന്നെ നമുക്കത് വാട്സ്ആപ്പ് ചെയ്ത് തരുമ്പോൾ നമ്മൾ നമ്മുടെ സൈക്കാട്രിയിലുള്ള ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അവർ പറയുന്നത് അത് ദേ ആർ പ്രിവിലേജ് ബിക്കോസ് ദേ ഹാവ് ആക്സസ് ടു സംബഡി ദേ ക്യാൻ ആസ്ക്. ബാക്കിയുള്ളവർക്ക് വലിയ ഇഷ്യൂ ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് നീഡ് ഉണ്ടാവാം, പക്ഷെ അത് അൺമെൻ നീഡായിട്ട് കുറെ ഉണ്ട്. നമ്മളിവിടെ ഈ ഡിസിപ്ലിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ആവശ്യമുള്ളവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി ഐ തിങ്ക് വി ഹാവ് ടു കൺസിഡർ. അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് ഒരു കുട്ടി ഭയങ്കര വാശിയാണ്, ആ കുട്ടി ക്ലാസ്സിൽ പഠിക്കുന്നില്ല, അതിനെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വരുത്തി തീർത്ത് അടന്ന് എക്സാജറേറ്റ് ചെയ്യല്ല. അപ്പൊ ഈ കുട്ടിയെ നോക്കണം, വീട്ടിൽ എന്തെങ്കിലും പറയുക, ആരെങ്കിലും കാണിക്കണം എവിടെയാണ്. ഞാൻ പിന്നെ അവസാനം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ എന്നെ ഉണ്ട്, അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അവരവരുടെ എല്ലാം തമ്മിലും എവിടെയോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് പ്രശ്നമല്ല സംഭവിക്കുക. അതിനോ നമ്മളെല്ലാവരും 100 വേരിയബിൾ നമ്മുടെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5-10 വേരിയബിൾ ഈ നോർമലിനകത്ത് വരില്ല. എന്തായാലും ബയോളജിക്കൽ ആയിട്ട് സൈക്കോളജിക്കൽ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ അവരുടെ കേസിൽ അതാണ് പ്രശ്നം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ കുട്ടി വെറുതെ വിട്ടാൽ മതി. ആ കുട്ടിയാണെങ്കിൽ ക്ലാസ്സിൽ പഠിക്കില്ല, ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, മാർക്കൊക്കെ വാങ്ങിക്കില്ല. പക്ഷെ എൻ്റെ മകന്റെ സെയിം പ്രായം. അപ്പൊ എല്ലാ കുട്ടികളും കൂടി ആണെങ്കിൽ ഇങ്ങനെ ചിരട്ട വെച്ച് ഉണ്ടാക്കി കളിക്കുന്നത്. ഈ കുട്ടി മാത്രം ചിരട്ട 4 ചിരട്ട എടുത്ത് അതിൽ ചരല് നിറച്ചിട്ട് പലതരം പൂക്കൾ വെച്ച് ഭംഗിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക്
പടം വരയ്ക്കും, എല്ലാവരുടെയും കടലാസം കൊടുക്കും. എല്ലാവരും വരയ്ക്കുന്നത് 2 മലയും ഈ കുട്ടി ഇങ്ങനെ ഒരു കുറെ കേർവ്സ് സ്മോൾ സർക്കിൾസ് വേറെ വേറെ കളർ ഇതെവിടെ നോക്കി വരച്ചാൽ എനിക്ക് തോന്നിയത് ഞാൻ വരച്ചു. അപ്പൊ ഇതൊരു ഫോർ മീ ചൈൽഡ് യൂണിക് വേറൊരു ആർട്ടിസ്റ്റിക് ഫ്ലെയർ. പക്ഷെ അത് ക്ലാസ്സിൽ മാർക്ക് വാങ്ങിക്കുന്നില്ല. പരീക്ഷയ്ക്ക് PTA മീറ്റിങ്ങിന് പോകുമ്പോൾ ടീച്ചർ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അതിനെ കുഴപ്പക്കാരിയാക്കി എത്ര പറഞ്ഞാലും അംഗീകരിക്കില്ല. അപ്പൊ അത് എനിക്ക് അവരോട് വലിയ പഠിത്തമൊക്കെ ഉള്ള വീട്ടുകാരെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഓർമ്മ വന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മാഡം ഉണ്ട്. അപ്പൊ ഇതുപോലെ ഈറ്റിംഗ് ഓഫ് ചെയ്യാം ജലാശുപത്രി തിരുവനന്തപുരത്ത്. അപ്പൊ ഇതുപോലെ അമ്മ വന്ന് ടീച്ചർ പറഞ്ഞു കുട്ടി പഠിക്കുന്നില്ല. നമ്മളവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടി ആ മൂവി മുഴുവൻ കവനുണ്ട്, ഇടയ്ക്ക് എനിക്ക് ചെത്ത് പിടിച്ച് നോക്കുന്നുണ്ട്, ഒക്കെ ചെയ്തിട്ട് അവിടെ ഒക്കെ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞാൽ മേഡം ആ മേഡം കുറച്ച് നോക്കി ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ അമ്മയുടെ മുഖത്ത് ഭയങ്കര സമാധാനം കിട്ടിയല്ലേ കളിച്ചോട്ടെ നാട്ടിലേക്ക്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വിടാൻ നോക്കല്ലേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഭംഗിയുമായി ലൈംഗിക ബന്ധത്തിൽ കൺസെപ്റ്റിലാണ്. അപ്പോ അത് പിന്നെ പിടിക്കപ്പെട്ടു, നിയമത്തിന്റെ മുന്നിലെത്തി, വിചാരണ നടന്നു. അന്നത്തെ ശിക്ഷ നിയമപ്രകാരം 2 പേർക്കും വധശിക്ഷ വിധിച്ചു, 17 തൂക്കി. ഇത് വളരെ നോർമലായ ഒരു കഥയെ സംഭവിച്ചതാണ്. വളരെ നോർമലായ ഒരു വ്യവഹാരമാണ് ഈ സമയം. ഈ ഒരു കാഴ്ചയോട് കൂടി നമ്മളൊന്ന് ഈ നോർമൽ നോക്കിയാൽ ആളുകളെ വിദൂഷണം വലിക്കുന്നു, അയാളുടെ ജീവിച്ച സ്ത്രീയെ ഇതിലേക്ക് വിളിച്ചെടുക്കുന്നു, പറയുന്ന ലോകമായി നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പിന്നെ മനോരോഗം ഇല്ലാത്തല്ല. പക്ഷെ അതേസമയം നമ്മൾ ഈ നോർമൽ വ്യവഹാരത്തിനകത്ത് നടത്തുന്ന പിന്നെ സമയത്തോകുമ്പോൾ ഈ പറയുന്ന മാനസിക രോഗമുള്ള ആളുകളെ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും പല വഴിയിലൂടെ. പക്ഷെ അതേ സമയത്ത് ഈ നോർമൽ വ്യവഹാരത്തിന്റെ ഈ ഭ്രാന്ത് അതിന് ഈ പറയുന്ന മെഡിസിൻ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അതാണ് വാസ്തവത്തിൽ മാനസിക രോഗമുള്ളത്. സ്വാഭാവികമായും അവരുടെ പ്രാതിഥ്യമാണ് സംഘടന. പക്ഷെ വലിയ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ നോർമൽ രോഗമാണ് ശരിക്കും അതിനുള്ള ട്രീറ്റ്മെന്റാണ് രാഷ്ട്രീയ